Greetings. Guys, Elena Dubin. Yes, my dear community members, how are you doing? yes, bro. Yes. ഒരു നല്ല ഒരു രീതിയിൽ ഉഷാറല്ലോ പോകുന്നു. ബ്രോ, നവീർ ബ്രോ, അമൽ ബ്രോ, അബി ബ്രോ, Yes. സിറിൽ ബ്രോ, പ്രജൽ ബ്രോ, കുരുവിള ബ്രോ, ബ്രോ സോറി അല്ലൻ. യെസ്, ഉഷാറാണോ എല്ലാരും? ഉഷാർ. അടിപൊളി ഉഷാർ, അടിപൊളി ഉഷാർ. അടിപൊളി 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 അടിപൊളി. Weekend എനിക്ക് following തോന്നുന്നു ആയിക്കോട്ടെ. കമ്പാരിറ്റീവ്ലി ആൾക്കാർ കുറവാണ്. കഴിഞ്ഞ തവണ എനിക്ക് തോന്നുന്നു 20-25ഓളം ആൾക്കാർ അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷേ ഈ തവണ കമ്പാരിറ്റീവ്ലി ആൾക്കാർ കുറവാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. ഈ പറഞ്ഞ പോലെ കുറച്ച് ജോലി കാര്യങ്ങള് പല രാജ്യത്തുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് തന്നെ ജോലി പരിപാടികളൊക്കെ ആയിട്ട് കുറച്ച് ടൈറ്റ് ആണ് സ്കെഡ്യൂൾ എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു. ബട്ട് കുഴപ്പമില്ല, നമുക്ക് എന്തായാലും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ റെക്കോർഡിംഗ് ആൾക്കാർക്ക് എന്തായാലും കാണാൻ പറ്റും. നമ്മൾ എന്തായാലും വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക്സ്, അതായത് ഏറ്റവും ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മളൊരു പോൾ ഇട്ടപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ പോലെ ആൾക്കാർക്ക് അറിയാനായിട്ട്. കാരണം വാട്ട് ഈസ് ട്രേഡിംഗ് തുടങ്ങി ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ട് പഠിക്കാനാണ് കൂടുതൽ ആൾക്കാരും ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചത്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മങ്ക് മോഡ് എങ്ങനെ പോകുന്നു, എല്ലാവർക്കും ഒരു 30 സെക്കൻഡ്സ് തരാം. ആ 30 സെക്കൻഡ്സിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടോ, മങ്ക് മോഡ് റുട്ടീൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ, ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്ങനെ പോകുന്നു, നിങ്ങൾക്ക് എന്താണ് ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത് എന്താണ് എന്നൊന്ന് ജസ്റ്റ് പെട്ടെന്ന് ഷെയർ ചെയ്ത് പോവാം. അപ്പൊ ആദ്യം നമ്മുടെ ലീഡർ നവീർ ബ്രോ തന്നെ തുടങ്ങിയോ. 30 സെക്കൻഡ് പെട്ടെന്ന്. Yes, bro. ഇന്റത് വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അതിൽ എക്സ്പെഷ്യലി എനിക്ക് പറഞ്ഞാൽ എന്റെ ബോഡി അല്ലെങ്കിൽ എന്റെ ഒരു മെന്റാലിറ്റി കുറെ കാര്യം മാറി. മീൻസ് ഈവൻ എന്റെ സ്കിൻ ഒന്നുകൂടെ എന്താ പറയാ, ആ ഒരു ഓയിലി തന്നെ മീൻസ് നമ്മൾ ഈറ്റ് ക്ലീൻ എന്നുള്ള ആ ഒരു പ്രോപ്പർട്ടി ഉണ്ടല്ലോ. ലാസ്റ്റ് 14 ഡേയ്സ് കൊണ്ട് മീൻസ് സ്കിൻ ഒന്നുകൂടെ ബ്രൈറ്റ് ആയി, അതുപോലെ തന്നെ ആ ഒരു ഓയിലി സംഭവം പോയി കിട്ടി. അതുപോലെ തന്നെ ഒന്നുകൂടെ ഒന്ന് ബൾക്ക് മീൻസ് എനിക്ക് ഒരു ഫീല് എന്താ പറയുക, കോൺഫിഡന്റ് ആയിട്ട്. കാരണം എന്നും വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കോൺഫിഡൻസ് ലെവൽ എല്ലാം ചേഞ്ച് വന്നു, മെന്റാലിറ്റി ലെവൽ എല്ലാ കാര്യങ്ങളും ഓൾ സെറ്റ് ആണ്. പക്ക ഒരു പോസിറ്റീവിലേക്ക് ട്രാൻസ്ഫോം ചെയ്തു. യെസ്, അടിപൊളി അടിപൊളി അടിപൊളി. അതുപോലെ പ്രജൽ ബ്രോ എങ്ങനെ പോകുന്നു, മങ്ക് മോഡ് റൊട്ടീൻസ് എന്താണ്, ഹൗ ഡു യു ഫീൽ? മങ്ങോട് കൺഫേംഡ് ചെയ്തിട്ടില്ല. അത് ചെറിയ ഒരു 1 ഡേ അങ്ങനെയൊക്കെ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അത് ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളിയാണ്. രാവിലെ എണീച്ച് ഫസ്റ്റ് മെഡിറ്റേഷൻ, പിന്നെ അത് കഴിഞ്ഞ് ബുക്ക് വായിച്ച് വർക്കൗട്ടും കൂടി കഴിഞ്ഞ് ആ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കര ആ ഒരു വൈകുന്നേരത്തേക്കുള്ള ആ ഒരു എനർജി മൊത്തം രാവിലെ കിട്ടി. എക്സലന്റ്. ഒരു എനർജി ഭയങ്കര ഇങ്ങനെ എന്താ പറയാ, ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഭയങ്കര ഒരു പോസിറ്റീവ്നെസ് ഇങ്ങനെ ഫീൽ ചെയ്യും. അത് വേറെ തന്നെ ഒരു ഫീലാണ്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കേ മനസ്സിലാവുള്ളൂ. രാവിലെ എണീച്ചിട്ട് ഇപ്പൊ ജസ്റ്റ് നമ്മൾ എണീച്ച പാടെ ചാടിക്കിഞ്ഞ് ഒരുങ്ങി നേരെ പണിക്കോന്നാണെങ്കിൽ അത്രയും കിട്ടൂല. അത് എക്സ്പീരിയൻസ് ചെയ്താലേ മനസ്സിലാവുള്ളൂ. അടിപൊളിയാ. പിന്നെ ആ ഒരു എനർജി ഇല്ലെന്ന് നമ്മൾ ട്രേഡും കാര്യങ്ങളൊക്കെ നോക്കും. ഈവനിങ് വരെ അത് മതി. അത് മാർക്കറ്റിലാണെങ്കിൽ ആ ഒരു റിഫ്ലക്ട് ചെയ്യത്തില്ല, കാരണം നമ്മൾ ചാർട്ട് നോക്കുന്ന സമയത്തൊക്കെ. അതെ, രാവിലെ എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു ദിവസം തീരുമാനിക്കും. അത് എനിക്ക് പറയാനുള്ളത്. ഓ യെസ്, യു സെഡ് ഇറ്റ് ബ്രോ. അത് തന്നെ. യെസ്, താങ്ക് യു ബ്രോ. അബി ബ്രോ എങ്ങനെ പോകുന്നു? ലാസ്റ്റ് വീക്ക് ആ ഒരു സെമിനാറിന് ശേഷമാണ് ഞാൻ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം ട്രൈ ചെയ്ത് നോക്കിയത്. മോർണിംഗ് ഒരു 5 മിനിറ്റ്സ്. പക്ഷെ അത് എന്റെ ആക്ച്വലി എന്റെ കുറെ ആൻസൈറ്റി ഉണ്ടായിരുന്നു എനിക്ക്. അതെല്ലാം മാറി. അങ്ങനത്തെ ഒന്നുമില്ല. ഇപ്പം ഭയങ്കര ക്ലിയർ ആണ്. അതേപോലെ ഭയങ്കര ഇപ്പം പറഞ്ഞു ഭയങ്കര പോസിറ്റീവ് ആണ്. നമ്മൾ എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എന്താണ് ആറ്റിറ്റ്യൂഡ് ആ ഒരു രീതിയിലാണ് കണ്ട് തുടങ്ങിയത്. വർക്കൗട്ടും അതേപോലെ ബുക്ക് റീഡിംഗ് ആയിട്ടില്ല. അതൊക്കെ ഭയങ്കര തെറ്റിയാണ്. ബ്രോ ഓരോ ഹാബിറ്റ് ആയിട്ട് ബിൽഡ് ചെയ്തെടുത്താൽ മതി. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗിവ് അപ്പ് ചെയ്യാതെ പയ്യെ പയ്യെ ബിൽഡ് ചെയ്തെടുക്കുക. കാരണം നമ്മള് ഈ പറഞ്ഞ പോലെ ഒട്ടും ശീലമില്ലാത്ത കാര്യങ്ങൾ ബ്രെയിനെ പഠിപ്പിച്ചോണ്ടിരിക്കുക. അപ്പം ബ്രെയിൻ എപ്പോഴും ഒരു ഡിസ്കംഫോർട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ അത് മാക്സിമം പുഷ് ചെയ്ത് ആ ഹാബിറ്റ് ബിൽഡ് ചെയ്തെടുത്ത് അതിലൊരു കൺസിസ്റ്റൻസി കൊണ്ടുവന്നിട്ട് പുതിയ ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ നോക്കുക. എല്ലാം കൂടെ ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നടക്കില്ലാട്ടോ. ബ്രോ എക്സലന്റ്, താങ്ക് യു. പറഞ്ഞോ. യെസ്. അതായത് ഇപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്ന കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്, ഇപ്പൊ ഡെയിലി ഇപ്പൊ നമ്മളെല്ലാം മനുഷ്യന്മാരല്ല. അപ്പൊ എന്തായാലും എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല. ചിലപ്പോ ഒരു ദിവസം 1-2 ദിവസം ഗ്യാപ്പ് വന്നേക്കാം. പക്ഷെ കൺസിസ്റ്റൻസി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ബ്രേക്ക് വന്നാൽ പോലും നെക്സ്റ്റ് ഡേ മുതൽ വീണ്ടും ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റണം. ആ ഗ്യാപ്പ് വരുന്ന വരെ
അത് വീണ്ടും വീണ്ടും പിന്നെ ഒരു ദിവസം പോയല്ലോ, പിന്നെ ഇനി ചെയ്യണ്ട, എന്തായാലും ബ്രേക്ക് ആയല്ലോ എന്ന് വെച്ചിട്ട് അവിടെ നിന്നാ പിന്നെ പോയി. അതല്ല അത് തന്നെ. കൺസിസ്റ്റൻസി. ഡെയിലി ചെയ്യുന്നത് മാത്രമല്ല കൺസിസ്റ്റൻസി, ബ്രേക്ക് വന്നതിന് ശേഷം ചെയ്യണം. അതാണ്. അതാണ് ആ തിരിച്ചുവരവാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ്. നമ്മൾ 90% പേരും എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഓ ഇനി പോയി, ഇനി ഇനി നോക്കണ്ട, അത് പോയി, എന്തായാലും ബ്രേക്ക് ആക്കി, ചെയ്യണമെന്നില്ല. ഇനിയിപ്പം തിരിച്ചുവരവൊന്നുമില്ല, ഇനിയിപ്പോ അത് വേണ്ട, കുഴപ്പമില്ല, പിന്നെ എപ്പോഴേലും തിരിച്ചു പിടിക്കാം എന്ന് കരുതി അവിടെ അടുത്ത നിർത്തും. കൊല്ലാവട്ടെ. അടുത്ത കൊല്ലം ആവട്ടെ. അതെ, അതെ, എക്സ്ക്യൂസസ് പറഞ്ഞ് നിർത്തും. പക്ഷെ അവിടെയാണ് ബ്രോ പറഞ്ഞൊരു ഭയങ്കര വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. താങ്ക് യു ബ്രോ. അപ്പോ അമൽ ബ്രോ, അമൽ കൃഷ്ണ ബ്രോ നോക്കുന്നുണ്ടോ മങ്ക് മോഡ് എങ്ങനെ പോകുന്നു കാര്യങ്ങള്? പെട്ടെന്ന് പറയാമോ? ബ്രോ മൈക്ക് മ്യൂട്ട്, മൈക്ക് മ്യൂട്ടാണ്. ബ്രോ മ്യൂട്ട്. മ്യൂട്ടാണേ, അമൽ ബ്രോ മ്യൂട്ടാണേ. ഹലോ, കേക്കണ്ടപ്പാ? കേൾക്കാം ബ്രോ, പറഞ്ഞോ. ആദ്യമൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര മടിയായിരുന്നു. എന്ന് ചെയ്യാൻ രാവിലെ ഫസ്റ്റ് ഒരു ഹാബിറ്റ് ആണ് ഭയങ്കര മടിയും കാര്യമില്ല. പിന്നെ അത് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് വന്നു. അത് തന്നെ ഇപ്പൊ ചെക്ക് ലിസ്റ്റിൽ ചെയ്യണ പോലെ മാക്സിമം കാര്യങ്ങൾ ഞാൻ ചെയ്യാൻ നോക്കാറുണ്ട്. അപ്പൊ നല്ല വ്യത്യാസം കാര്യങ്ങളൊക്കെ ഉണ്ട്, പണ്ടത്തിനേക്കാളും വ്യത്യാസമുണ്ട്. ഇപ്പൊ മൈൻഡ് ഒക്കെ റിലീസ്, വർക്കൗട്ടൊക്കെ ചെയ്യണ കാരണം നല്ല വ്യത്യാസമുണ്ട് മങ്ക് മോഡിൽ ചെയ്യാൻ. അത് ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പരമാവധി കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. അത് തന്നെ നല്ല പരമാവധി പുഷ് ചെയ്യാം മാറ്റങ്ങളുണ്ട്. ബ്രോ, പരമാവധി പുഷ് ചെയ്യാം. പരമാവധി വിഷയമുണ്ട്. യെസ് ബ്രോ, എക്സലന്റ്, എക്സലന്റ് ബ്രോ. താങ്ക് യു ഫോർ ഷെയറിംഗ്. സിർ ബ്രോ, എങ്ങനെ പോകുന്നു കാര്യങ്ങള്? ഉഷാറല്ലേ? എല്ലാം നന്നായി പോകുന്നു. ബുക്ക് റീഡിങ്ങും ഇല്ലായിരുന്നു. അതിപ്പം കഴിഞ്ഞ കഴിഞ്ഞ ഞാൻ ഇത് തുടങ്ങി. പിന്നെ ഓസം. സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സമയം കുറെ പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ ആ സ്ക്രീൻ ടൈം ഒക്കെ വെച്ച് ഇപ്പൊ അതുകൊണ്ട് ബുക്കൊക്കെ വായിക്കാൻ കുറെ സമയം കിട്ടുന്നുണ്ട്. നന്നായി പോകുന്നു. ഓസം ബ്രോ, ഓസം ബ്രോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ആൻഡ് കുരുവിള ബ്രോ. ഹലോ ഹലോ. യെസ് ബ്രോ, ബ്രോ എങ്ങനെ പോകുന്നു കാര്യങ്ങള്? ഞാനിപ്പോ ഫോളോ ചെയ്യുന്നുണ്ടോ? ഒരു 4 to 5 days ആയിട്ടുള്ളൂ ഞാനിത് സ്റ്റാർട്ട് ചെയ്തിട്ട്. ആ അപ്പം എന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു ഓർഡർ ഇല്ലായിരുന്നു. ഞാൻ ചുമ്മാ ഒരു 5 മിനിറ്റ് കിട്ടുമ്പോൾ എടുത്ത് ഫോൺ നോക്കുക, ഇൻസ്റ്റാഗ്രാം നോക്കുക, അങ്ങനെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ അങ്ങനെ ഒരു ഇതായിരുന്നു. ആ ഇപ്പം ഞാനിപ്പം എന്ന് പറഞ്ഞാൽ, ഞാൻ രാവിലെ ഞാൻ എഴുതിയിട്ട് ഒരു ബുക്കിൽ എഴുതും ഇന്ന് ചെയ്യേണ്ട ടാസ്കുകൾ എന്തൊക്കെയാണ്. അപ്പം നമുക്ക് ആ ദിവസം തീരുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നമുക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി. നമുക്ക് ഫുള്ള് ചെയ്യാൻ എക്സലന്റ് പറ്റി. ബ്രോ. ഒരു 3 അല്ലെങ്കിൽ 4 ടാസ്ക് തീരുമ്പോൾ നമ്മൾ ഇന്നത്തെ ദിവസം നമ്മൾ അച്ചീവ് ചെയ്യും. അപ്പൊ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ ബൂസ്റ്റും കൂടെയാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളെ കൊണ്ട് ഇത്രയും ചെയ്യാൻ പറ്റി എന്ന് പറയുമ്പോൾ, നമ്മുടെ സ്വയം പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മളെ കൊണ്ട്. അബ്സല്യൂട്ട്ലി ബ്രോ. അത് അതാണ് എല്ലാവരും ഒന്ന് നോട്ട് ചെയ്തോട്ടെ. ഈ ബുക്കിൽ നമ്മൾ ദിവസം തുറക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ തലേദിവസം പിറ്റേ ദിവസം ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ചെയ്തു വെച്ച കാര്യങ്ങൾ നമ്മൾ ടിക്ക് ഇട്ട് പോയി കഴിയുമ്പോഴത്തേനും, ഓ ഞാൻ ഇത്ര കാര്യങ്ങൾ ഇന്ന് ചെയ്തല്ലേ, വാവ്, ആ ഒരു സാധനമുണ്ട്. ഗുരുളബ്രോ പറഞ്ഞ ആ കിക്ക്. അപ്പം നമ്മുടെ കോൺഫിഡൻസ് സ്വാഭാവികമായിട്ട് ബൂസ്റ്റ് ആവുക. അത് ഭയങ്കര ഒരു വർക്കൗട്ട് ആകുന്ന കാര്യമാണ്. ഞാൻ എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. വൈകുന്നേരം ടിക്ക് ഇട്ട് പോകുമ്പോൾ എല്ലാം ചിലപ്പം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. സ്റ്റിൽ ഓക്കെ, ഞാൻ ഇത്രയും പ്ലാൻ ചെയ്തു, ഒരു 90% തീർക്കാൻ പറ്റി, വെരി ഗുഡ്, അടിപൊളി. അപ്പൊ അത് കാരണം നമ്മളെ. പറയുകയാണെങ്കിൽ ഇപ്പം യെസ്, പറഞ്ഞു ബ്രോ. നമുക്ക് നാളെ ഇപ്പം ജോലിയൊന്നും ഇല്ലെങ്കിൽ, ഡ്യൂട്ടി ഒന്നും ഇല്ലെങ്കിൽ, നമ്മൾ തലേദിവസം വൈകിട്ട് ആലോചിക്കാം എന്നാൽ നാളെ കുറച്ചു നേരം കിടന്ന് ഉറങ്ങാം, അല്ലെങ്കിൽ നാളെ ഫ്രീ അല്ലേ, അല്ലെങ്കിൽ നാളെ ചുമ്മാ ഇരിക്കാം, എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഇരിക്കും. പക്ഷെ നമ്മൾ ഇതിങ്ങനെ ഒരു എന്നാ പറയുക, ഒരു നോട്ട് പോലെ എഴുതി വെക്കുമ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ഓർക്കും, നാളെ ഇങ്ങനെ ചെയ്യണം എന്ന് ഓർക്കും. പക്ഷെ ഒരിക്കലും നമ്മൾ ഫ്രീ ആണെന്ന് വിചാരിച്ച് കഴിയുമ്പോഴാണ് നമ്മൾ നാളെ ഫ്രീ അല്ല, ചുമ്മാ ഇരിക്കാം, ഫോൺ നോക്കിയിരിക്കാം, അല്ല സിനിമ കണ്ടിരിക്കാം, അങ്ങനെയുള്ള ഒരു മൈൻഡിലേക്ക് മാറത്തുമില്ല. അതാണ്. യെസ് ബ്രോ, അബ്സല്യൂട്ട്ലി ബ്രോ, അബ്സല്യൂട്ട്ലി. ഏതായാലും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. കാരണം ബ്രോയുടെ സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നു അത് ചെയ്യുന്ന വഴി എന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ഷെയറിംഗ്. ബ്രോ, അരുൺ ബ്രോ ഉണ്ടോ? അരുൺ ബ്രോ ഉണ്ടെങ്കിൽ മങ്ക് മോഡ് റൊട്ടീൻ ഫോളോ ചെയ്യുന്നുണ്ടോ? എന്താണ് അപ്ഡേറ്റ്? സംസാരിക്കാൻ പറ്റുന്ന അവസ്ഥയാണോ? അരുൺ സത്യൻ. ഹായ് ബ്രോ. ബ്രോ. ബ്രോ ആക്ച്വലി ഞാൻ ബ്രോയുടെ ഒരു റീല് കണ്ടിട്ട് ജോയിൻ ചെയ്തതാണ്. ജോയിൻ ചെയ്തു, കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. പക്ഷെ എനിക്കൊന്നും ഫോളോ ചെയ്യാനായിട്ടൊരു ടൈമോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. ഞാനിപ്പോ ഓസ്ട്രേലിയയിൽ നിന്നാണ്. അപ്പൊ ഇപ്പം റീസെന്റ് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. അപ്പം ജീവിതം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓട്ടത്തിലാണ്. അപ്പം പാർട്ട് ടൈം ആയിട്ട് ഒരു ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ഉണ്ട്. അപ്പം ബ്രോയുടെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്, അവർക്കുള്ള റെസ്പോൺസും എല്ലാം സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓഡിയോയും കാര്യങ്ങളെല്ലാം കേൾക്കാറുണ്ട്. എക്സലന്റ്, എക്സലന്റ്. ഒരു ഫോളോ ചെയ്താൽ എനിക്ക് തോന്നുന്നത്
ഒരു 100% നമുക്ക് ഒരു സക്സസ് ആവാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. പക്ഷെ ഞാൻ ഉറപ്പായിട്ടും ബ്രോ. പറഞ്ഞില്ലേ, ഞാനിപ്പം വന്നതേ ഉള്ളൂ. അപ്പം ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്. എന്നിട്ട് വേണം ഒന്ന് പ്രോപ്പറായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടേ. യെസ് ബ്രോ, ഞാൻ ഒരു കാര്യം ജസ്റ്റ് ഇതിനു കൂടെ നാടിയാണ്. നമ്മളെ ആ ഏറ്റവും പുറകിലേക്ക് വലിക്കുന്ന ഒരു കാര്യമുണ്ട്. പുൾ ബാക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്രൊക്രാസ്റ്റിനേഷൻ ആണ്. ഒരു മനുഷ്യന്റെ തോൽവിക്ക് കാരണമാകുന്ന ഒരു കാര്യമാണ് പ്രൊക്രാസ്റ്റിനേഷൻ, വിച്ച് മീൻസ് നമ്മൾ നാളെ തുടങ്ങാം, ഇതൊന്ന് സെറ്റ് അതെ. ആയിട്ട് തുടങ്ങാം എന്ന് നമ്മൾ കരുതുന്ന ഒരു കാര്യമാണ് ഈ പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പം ആ അത് നമ്മുടെ ഫെയിലിയറിന് കാരണമാകുന്ന ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ബ്രോ മാക്സിമം പുഷ് ചെയ്ത് എത്രയും വേഗം ആ റൊട്ടീനിലേക്ക് ബ്രോ, ഇറ്റ്സ് ഓൾ അബൌട്ട് ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ളതാണ്. അതെ. യാ ആ അപ്പൊ തുടങ്ങി അങ്ങ് വെച്ച് കഴിഞ്ഞാണല്ലോ, പിന്നെ നമ്മൾ ആ ഉം, ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. ബ്രോ ഉം, എത്രയും ഉം, നാളെ മുതൽ തുടങ്ങാൻ പറ്റുമെങ്കിൽ നാളെ മുതൽ അങ്ങ് തുടങ്ങുക. ഉം, ഓക്കെ. ഉം. ഓക്കെ ഓക്കെ. യെസ് ബ്രോ. ഷുവർ ബ്രോ, ഷുവർ ഷുവർ. ബ്രോ ഓസം ബ്രോ, ഇപ്പം താങ്ക് യു. കറന്റ് ഇപ്പൊ എവിടെ, ന്യൂസിലാൻഡിലാ? ഞാൻ ന്യൂസിലൻഡിലാണ് ബ്രോ. യെസ്. ഓക്കെ 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 അരുൺ ബ്രോ, താങ്ക് യു ഫോർ ഓക്കെ ഷെയറിംഗ്. ഓക്കെ ഓക്കെ. താങ്ക് യു. സുഫൈൽ ബ്രോ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാവോ, എങ്ങനെ പോകുന്നു കാര്യങ്ങൾ? സുഫൈൽ ബ്രോ ഓക്കെ, അവൈലബിൾ അല്ലാന്ന് തോന്നുന്നു. അഡ്വക്കേറ്റ് ഹെലൻ മരിയ ജോൺസൺ അവൈലബിൾ ആണെങ്കിൽ എങ്ങനെ പോകുന്നു? മങ്സ് മോഡ് ഹായ് റൊട്ടീൻസ്. ഹായ്. ഹായ് സോ ഞാൻ മോങ്ക് മോഡിലെ കുറെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. സോ എനിക്ക് വന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. റൈറ്റ് ഫ്രം ദി എവ്രി ഡേ എക്സസൈസ് ചെയ്യുക. ആൻഡ് എക്സസൈസ് ചെയ്യുന്നത് കൂടി ബോഡി ആക്ച്വലി ഒരു റിജുവനേറ്റ് ഫീലിംഗ് വരുന്നുണ്ട്. നമുക്ക് തന്നെ നമുക്കിത് ചെയ്യാൻ പറ്റും, യെസ് വി ക്യാൻ പുഷ് ഇറ്റ് എന്നുള്ള ഒരു ഫീലിംഗ് വരുന്നുണ്ട്. പിന്നെ ബുക്ക് റീഡിങ് ആയിക്കോട്ടെ, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കിടക്കാറാവുമ്പോഴത്തേക്കും ഐ ഹാവ് സംതിങ് ലെഫ്റ്റ് ടു ഡു, ബുക്ക് റീഡിങ്. അപ്പം അത് ഒരു കൺസിസ്റ്റൻസി ഫോളോ ചെയ്ത് അങ്ങനെ ഇറ്റ് സ്റ്റാർട്ടഡ് ലൈക്ക് ഒരു കണ്ടിന്യൂസ് എവറി ഡേ ആക്ടിവിറ്റി ആയിട്ട് മാറുന്നുണ്ട്. സോ ദാറ്റ്സ് എക്സലന്റ്. അപ്പൊ നമുക്ക് എല്ലാവരും എനിക്ക് തോന്നുന്നു ഷെയർ ചെയ്തു കഴിഞ്ഞു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിന്ന് ഷെയർ ചെയ്യാം. ഞാൻ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നിങ്ങൾ ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ ബിറ്റ്വീൻ ചോദിച്ചു പോവുക. ഞാനിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഏറ്റവും ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഹോൾ വെബിനാർ കമ്പോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ആ ചാറ്റ് ബോക്സിലേക്ക് റെഡി എന്നൊന്ന് കമന്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊരു എനർജി കിട്ടും. അപ്പൊ നമുക്ക് നമ്മുടെ ബേസിക്സ്, ട്രേഡിങ്ങിന്റെ ബേസിക്സ് പഠിച്ചു തുടങ്ങാം. എക്സലന്റ്. ഓസം ഗൈസ്, താങ്ക് യു. യെസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വെബിനാറിന്റെ പ്രധാന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക്സ് പഠിച്ചു തുടങ്ങാൻ പോവാണ്. എനിക്ക് ചാറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ, നിങ്ങളുടെ ഒരു ഐഡിയ എന്താണ്? വാട്ട് ഈസ് ട്രേഡിങ്? എന്താണ് നിങ്ങളുടെ ഒരു ഐഡിയ? ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, കുറെ റീലൊക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഐഡിയ എന്താണെന്ന് ജസ്റ്റ് ചാറ്റ് ബോക്സിൽ ഒന്നിടാവോ. ബൈയിങ് ആൻഡ് സെല്ലിങ്. അടുത്ത പോരട്ടെ. ഹൈ ഇൻകം സ്കിൽ. ഓക്കെ, പോരട്ടെ. എന്താണോ നിങ്ങളുടെ ഐഡിയ ജസ്റ്റ് വേഗമായിട്ടങ്ങ് പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവാം, നമ്മൾ അതൊക്കെ ഒന്ന് ക്ലാരിഫൈ ചെയ്യും. ജസ്റ്റ് വേഗമായിട്ട് എന്താണ് നിങ്ങൾക്ക് കിട്ടിയ ഐഡിയ? ട്രേഡിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നൊരു കാര്യം എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കേട്ടോ. ബൈയിങ് എ പ്രൊഡക്റ്റ് a certain price and selling it for a profit or loss based on the price at a future time. Okay, Abhi. Excellent. Invest and flip. Okay. അടുത്ത് എല്ലാവരും കേട്ടോ. ഓക്കെ. സോ താങ്ക് യു ഗൈസ്. അപ്പം എന്താണ് ട്രേഡിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വാട്ട് ഈസ് ട്രേഡിംഗ്? ബേസിക്കലി ഇത്രേ ഉള്ളൂ, ബൈയിങ് ആൻഡ് സെല്ലിങ് അസറ്റ്സ്. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറയുന്നത്, ബൈയിങ് ആൻഡ് സെല്ലിങ് അസറ്റ്സ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഇത് ഒരു ബുക്കാണ് അല്ലേ? അപ്പൊ ഈ ബുക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ലീഡർ നദീർ, ഓക്കെ,
നദീറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ഈ ബുക്ക് 10 രൂപയ്ക്ക് ഞാൻ മേടിച്ചു. ഓക്കെ, 10 രൂപയ്ക്ക് ഞാൻ നദീറിന്റെ കയ്യിൽ നിന്ന് മേടിച്ചു. ഞാൻ മേടിച്ച സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ തുറക്കുന്ന സമയമാണ്. ഓക്കെ, സ്കൂൾ തുറക്കുന്ന സമയത്ത് വളരെയധികം ഡിമാൻഡ് ഉള്ള ഒരു സംഭവമാണ് ഈ ബുക്ക്, അല്ലെ? അപ്പൊ നദീറിൽ നിന്ന് ഞാൻ 10 രൂപയ്ക്ക് മേടിച്ച സാധനം നല്ല ഡിമാൻഡുള്ള സ്കൂൾ തുറക്കുന്ന സമയത്ത് ഞാൻ 20 രൂപയ്ക്ക് വിൽക്കുന്നു. അപ്പം 10 രൂപ എന്റെ ലാഭം. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നത്. 10 രൂപയ്ക്ക് ഒരു സാധനം മേടിക്കുന്നു, 20 രൂപയ്ക്ക് വിൽക്കുന്നു. ക്ലിയർ അല്ലേ? ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോവാം. വാട്ട് ഈസ് ട്രേഡിംഗ് എന്നുള്ളതിനകത്ത് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സാധനമാണ്. ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ, ചാറ്റ് ബോക്സിൽ ക്ലിയർ അല്ലെങ്കിൽ ഒരു തംസപ്പ് ഇട്ടാൽ മതി. എനിക്കപ്പത്തിനും ഒരു ഐഡിയ. യെസ്, ക്ലിയർ, പക്ക 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 പക്ക. എക്സലന്റ്. യെസ്. അപ്പൊ അടുത്തത് വാട്ട് ഈസ് ട്രേഡിംഗ് എന്താണ് എന്നുള്ളൊരു ബേസിക് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് ട്രേഡിംഗ്, അതായത് 2 തരം ട്രേഡിംഗ് രീതികളാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ജസ്റ്റ് ഞാൻ ഒന്ന് വായിക്കാം. A long-term investor is someone who buys assets like stocks, bonds, etc. with the intention of holding them for an extended period of time, usually more than 3 to 5 years or even more. അതായത് വർഷങ്ങളോളം നമ്മൾ ഒരു അസറ്റ് മേടിച്ചിട്ടുണ്ട്, വർഷങ്ങളോളം നമ്മളത് ഹോൾഡ് ചെയ്തിട്ട് അതിന്റെ വാല്യൂ കയറുന്ന സമയത്ത് നമ്മളത് വിൽക്കുന്ന ഒരു പ്രോസസ്സാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ആപ്പിൾ അല്ലെങ്കിൽ ടെസ്ല പോലുള്ള കമ്പനികളുടെ ഷെയർസ് കാര്യങ്ങൾ നമ്മൾ മേടിച്ചിട്ട് അത് പെട്ടെന്നൊന്നും നമ്മൾ മറിച്ചു വെക്കത്തില്ല. കാരണം അതിന്റെ വാല്യൂ പയ്യെ കയറത്തുള്ളൂ. അതിന്റെ വാല്യൂ പയ്യെ കയറി കുറച്ച് അധികം വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ പറഞ്ഞ പോലെ അതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലേക്ക് അതിന്റെ വാല്യൂ എത്തിക്കഴിയുമ്പോഴത്തേനും നമ്മളത് വിൽക്കുന്നു. അതിനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ടൈപ്സ് ഓഫ് ട്രേഡിങ്ങിനകത്ത് ആദ്യത്തെ കാര്യം നമ്മൾ പറഞ്ഞു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു സ്റ്റോക്സോ ബോണ്ടോ അസറ്റോ വോട്ടെവർ അത് മേടിച്ച് ലോങ് ടൈമിലേക്ക് നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ച് പിന്നീട് വലിയൊരു ലാഭത്തിന് സെല് ചെയ്യുന്നതിനെയാണ് ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ലോങ് ടൈം ട്രേഡിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് ക്ലിയർ എന്നൊന്ന് മെസ്സേജ് ഇടാവോ. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക, നമുക്ക് ക്ലിയർ ആക്കി പോവാം. ഓൾ ഗുഡ്? ഓക്കെ, ഓസം. സോ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്താണ് എന്ന് ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്കിനി ഷോർട്ട് ടൈം ട്രേഡേഴ്സ്, അതാണ് ഒരു സെക്കൻഡ് ടൈപ്പ് ഇതിനകത്ത് വരുന്നത്. എ ഷോർട്ട് ടൈം ട്രേഡർ ഈസ് someone who buys and sells financial assets like stocks, commodities, crypto, currency pairs, etc. with the goal of making profits from short term price movements, usually within a few minutes, hours, days, rather than holding it for years. വളരെ സിമ്പിൾ ആണ്. എന്താണ് നമ്മൾ മുമ്പേ പറഞ്ഞത്? ലോങ് ടൈം. ലോങ് ടൈമിന്റെ നേരെ ഓപ്പോസിറ്റ്. അതായത് വർഷങ്ങളോളം ഒന്നും കീപ്പ് ചെയ്യുന്ന പരിപാടിയില്ല. ജസ്റ്റ് ഈ പറഞ്ഞ പോലെ സ്റ്റോക്സ് ആയിക്കോട്ടെ, അസറ്റ് ആയിക്കോട്ടെ, കറൻസി പേഴ്സ് ആയിക്കോട്ടെ, വോട്ടെവർ, അത് നമ്മൾ വാങ്ങിക്കുന്നു. എന്നിട്ട് ജസ്റ്റ് വിത്തിൻ എ ഫ്യൂ മിനിറ്റ്സ് ഓർ ഇൻ അവേഴ്സ് ആയിരിക്കും നമ്മളത് സെല് ചെയ്യുന്നു. അതിൻ്റെ അന്ന് അപ്പം ക്വിക്കായിട്ട് പ്രോഫിറ്റ്, അതായത് മണി നൗ എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ ഈ പറയുന്ന ഷോർട്ട് ടൈം ട്രേഡിംഗ് നമ്മൾ കൊണ്ടുപോകുന്നത്. ക്ലിയർ ആണോ ഷോർട്ട് ടൈം ട്രേഡിംഗ്? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് ഓൾ ഗുഡ് എന്ന് നിടുവാണെങ്കിൽ നമുക്ക് അടുത്ത് മുന്നോട്ട് പോവാം. ഓൾ ഗുഡ്. അല്ല, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ചോദിച്ചിട്ട് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് മുന്നോട്ട് പോവാം. കാരണം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇടാവുള്ളൂ. വെറുതെ തമസപ്പെടരുത്. കാരണം ഡൗട്ട്സ് ക്ലിയർ ചെയ്ത് തന്നെ പോകണം എന്നുള്ളത് തന്നെയാണ്. യെസ്, ഓൾ ഗുഡ്, ഓസം ഗൈസ്, താങ്ക് യു. സോ ഷോർട്ട് ടൈം ട്രേഡേഴ്സ്, 2 ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സും ഷോർട്ട് ടൈം ട്രേഡേഴ്സും. അത് രണ്ട് കൂട്ടരും എങ്ങനെയാണ് അസറ്റുകൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്നും നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പം അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തതായിട്ട് ടൈപ്സ് ഓഫ് മാർക്കറ്റ്സ്. നമുക്ക് ഒരുപാട് തരത്തിലുള്ള മാർക്കറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിവിടെ പ്രധാനമായിട്ടും മേജറായിട്ട് ഡിസ്കസ് ചെയ്യുന്ന 2 ടൈപ്പ് ഓഫ് മാർക്കറ്റുകളാണ്. അതിൽ ഒന്നാമതായിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്.
ഇത് എല്ലാവരും കേട്ടിട്ടുള്ള പേരാണ്, എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു പേര് തന്നെയാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്, അല്ലെ? അപ്പൊ അതിന്റെ ജസ്റ്റ് കുറച്ച് പ്രത്യേകതകൾ, വളരെ സിമ്പിൾ, ഒരു വളരെ ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5th ലാർജസ്റ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ദ വേൾഡ് ആണ്. അതുപോലെ തന്നെ കമ്പനീസിന്റെ ഷെയർ ആണ് നമ്മളിവിടെ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ വലിയ വലിയ കമ്പനീസിന്റെ ഷെയർസ് ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ വലിയൊരു പ്രത്യേകത അല്ലെ വലിയൊരു ഗുണമാണ്, ഇറ്റ് ഈസ് ഫുള്ളി സെബി റെഗുലേറ്റഡ്. സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പോകുന്നത് ചിലപ്പോൾ ഒരു കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് പോകുന്നത് ചിലപ്പോൾ പോലീസ് സ്റ്റേഷനിലായിരിക്കും, അല്ലെ? എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ ഉണ്ടെന്നുള്ളത്. അവിടെ നിൽക്കാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ കോടതി കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യാം, അല്ലെ? അത്തരത്തിൽ മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ക്രമക്കേടുകളോ, നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഏതെങ്കിലും ബ്രോക്കേഴ്സ് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും തട്ടി പറ്റിക്കോ കാര്യങ്ങളോ എന്തെങ്കിലും സംഭവിച്ചാൽ, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, കാരണം സെബി അവിടെ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ട് സെബിയിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുക്കാം. അപ്പൊ സെബിയാണ് അതിന്റെ റെഗുലേറ്ററി. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഭയങ്കര വലിയൊരു ഫോൺ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലുണ്ട്. സെബി റെഗുലേറ്റർ ആണ് ഫുള്ള്. ഓക്കെ, ഇതിന് വേറൊരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഇതിന്റെ മാർക്കറ്റ് അവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 9:15 മുതൽ രാത്രി വൈകുന്നേരം 3:30 വരെയാണ്. ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമ്മൾ മാർക്കറ്റിൽ വന്നിരുന്നു എന്നോർക്കുക, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വന്നിരുന്നു, ട്രേഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എടുത്തു. ഇനി അത് പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും വൈകുന്നേരം 3:30 അത് ഷട്ട് ചെയ്യണം, അത് ക്ലോസ് ചെയ്തോണം. വാട്ട് എവർ അതിന്റെ റിസൾട്ട് പ്രോഫിറ്റോ ലോസോ, നിങ്ങൾ ആ സമയത്ത് നിൽക്കുന്ന സമയത്ത് 3:30 സമയത്ത് നിൽക്കുമ്പോൾ അത് പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും 3:30 ക്ലോസ് ചെയ്തോണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പെനാൽറ്റിയോട് കൂടി ഫൈൻ വരും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ രാവിലെ 9:15 മുതൽ 3:30 വരെയുടെ സമയത്ത് ഉള്ളതാനും ഉള്ള സമയത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ലിമിറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം വിദേശത്തുള്ളവരെ സംബന്ധിച്ച് ഞാൻ നോക്കുന്നില്ല, കാരണം എന്നെ സംബന്ധിച്ച് എന്റെ ടൈം ഒട്ടും സ്യൂട്ടബിൾ ആയിട്ട് വരുന്നൊരു സമയമല്ല. അതുകൊണ്ട് തന്നെ ഒട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മാർക്കറ്റ് അല്ല എന്നെ സംബന്ധിച്ച് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്ന ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ഓവറോൾ ഒരു ഐഡിയ കിട്ടിയോ? കിട്ടിയെങ്കിൽ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ യെസ് എന്നൊന്ന് കമന്റ് ചെയ്താൽ നന്നായിരുന്നു. അതല്ല എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചു പോവേ. ക്ലിയർ അല്ലേ? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നമ്മൾ ടൈപ്സ് ഓഫ് മാർക്കറ്റ് ആണ് അതിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇപ്പോൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണ്, അതിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എല്ലാവർക്കും ക്ലിയർ ആയി? എക്സലന്റ്. ഓക്കെ, കൂൾ. അപ്പൊ അടുത്തത് നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് ശേഷം ഡിസ്കസ് ചെയ്യാൻ പോകുന്നു നമ്മുടെ സ്വന്തം ഫോറക്സ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ ട്രേഡ് ചെയ്യുന്ന ഫോറക്സ് മാർക്കറ്റിലാണ്. ഫോറക്സ് മാർക്കറ്റിനെ പറ്റി ജസ്റ്റ് ബ്രീഫായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് വസ്തുതകൾ ജസ്റ്റ് ഒന്ന് പറയാം. ദ ഫോറക്സ് മാർക്കറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് വേർ കറൻസി പെയർസ് ആർ ബോട്ട് ആൻഡ് സോൾഡ്. അതായത് ഏറ്റവും ലാർജസ്റ്റ്, വേൾഡിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ഗ്ലോബൽ മാർക്കറ്റ് പ്ലേസ് ആണ് ഫോറക്സ് മാർക്കറ്റ്. ഓക്കെ, അവിടെ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് കറൻസി പെയർസ് ആണ്. കറൻസി പെയർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ യൂറോ, USD, ഗ്രേറ്റ് ബ്രിട്ടീഷ് പൗണ്ട്, ഓസ്ട്രേലിയൻ ഡോളർ, ന്യൂസിലൻഡ് ഡോളർ എന്ന് വേണ്ട ലോകത്തുള്ള വിവിധ രാജ്യങ്ങളിലുള്ള കറൻസി പെയർസ് ആണ് നമ്മൾ അവിടെ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, ഈ മാർക്കറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 24 hours ഓപ്പൺ ആണ്. അതാണ് ഈ മാർക്കറ്റിന്റെ മറ്റൊരു പ്രത്യേകത. 24 hours ഈ മാർക്കറ്റ് ഉണ്ട്. ഇപ്പം ഇൻട്രാഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ പഠിച്ചു ലിമിറ്റഡ് ആണ്, അവേഴ്സ് ലിമിറ്റഡ് ആണ്. അതുപോലെ ഇന്ന സമയത്തിനുള്ളിൽ നമ്മൾ ക്ലോസ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മാർക്കറ്റ് ഓപ്പൺ ആണ്. ഹൈലി വോളറ്റൈൽ ആണ്, ബട്ട് സ്റ്റിൽ മാർക്കറ്റ് 24 മണിക്കൂർ ഓപ്പൺ ആണ്. അപ്പം ഏത് രാജ്യത്തുള്ള ആളുകളെ സംബന്ധിച്ചും എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റ് കയറാം. ഈ പറഞ്ഞാൽ നമുക്ക് പറ്റിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ, എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഇപ്പം വിവിധ രാജ്യങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പല സമയത്തായിരിക്കും ജോലി, പല സമയത്തായിരിക്കും കാര്യങ്ങൾ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ എപ്പോഴും മാർക്കറ്റിൽ ഇരിക്കാനായിട്ട് സാധിക്കുക എന്ന് പറഞ്ഞൊരു സംഭവം എന്തായാലും ഉണ്ടാവില്ല. അപ്പം
നമുക്ക് പറഞ്ഞ പോലെ നമ്മുടെ ഒരു ടൈം ഫ്ലെക്സിബിലിറ്റിക്ക് അനുസരിച്ച് വി ക്യാൻ ട്രേഡ് ഫ്രം എനിവെയർ എനി ടൈം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആണ് ഫോറക്സ് മാർക്കറ്റ്. ഓക്കെ, ഫോറക്സ് മാർക്കറ്റിനെ പറ്റി ബ്രീഫ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവാം. ക്ലിയർ അല്ലേ? ബ്രോ ഒരു ഡൗട്ട്. യെസ് ബ്രോ, ചോദിക്കൂ ബ്രോ. ഫോറക്സും ഇന്ത്യൻ ഫോറക്സിന്റെ കറൻസി ആണ് അതായത് ഓരോ രാജ്യത്തെ കറൻസി, മറ്റേത് കമ്പനിയുടെ സ്റ്റോക്കുകളുമാണ്. യെസ് യെസ് യെസ്, നമ്മളിവിടെ കറൻസി പേഴ്സ് ആണ് ട്രേഡ് ചെയ്യുന്നത്. ഈവൻ ഫോറക്സിലാണെന്നുണ്ടെങ്കിലും ബ്രോ ഇപ്പൊ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ആദ്യം പഠിച്ചില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഗോൾഡ് ചെയ്യാം. ഈ പറഞ്ഞ പോലെ ഗോൾഡ്, അതുപോലെ നമ്മുടെ പെട്രോളിയം, പിന്നെ ഈ പറഞ്ഞ പോലെ ഗോൾഡ്, പെട്രോളിയം, പിന്നെന്തായിരുന്നു ക്രൂഡ് ഓയിൽ, ക്രൂഡ് ഓയിൽ, അങ്ങനെയുള്ള ഇതൊക്കെ പറഞ്ഞ ലോങ് ടൈമിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോറക്സിലും ചെയ്യാം. പക്ഷെ ഇൻട്രാഡേ ട്രേഡിംഗ് ആകുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ കറൻസി പേഴ്സ് ആണ് മെയിൻ ആയിട്ട് അവിടെ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഈ പ്രൈവറ്റ് കമ്പനികളുടെ ഷെയറും കാര്യങ്ങളൊന്നും ഫോറക്സ് മാർക്കറ്റിലില്ല. ഇല്ല ബ്രോ. അതായത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നിഫ്റ്റി 50 ഈ പറഞ്ഞ പോലെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസിന്റെ ഷെയർസ് കാര്യങ്ങളും കൃത്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് കറൻസി പേഴ്സ് ആണ്. കറൻസി പേഴ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ബ്രോയ്ക്ക് ഡൗട്ട്സ് ഉണ്ടോ? ഓരോ രാജ്യത്തെ കറൻസീസ്, അതായത് കറൻസി പേഴ്സ് ആണ്. വിച്ച് മീൻസ് ബ്രോ ഇപ്പം ഇന്ത്യയിൽ നിന്ന് US പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? ബ്രോയുടെ കയ്യിരിക്കുന്ന ഇന്ത്യൻ കറൻസി US ഡോളറിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ആ US ഡോളറായിരിക്കും നമ്മളോട് യൂസ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ സമയത്തെ ബ്രോ ഇത് മാറ്റി എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്തെ ഒരു പ്രൈസ് ഡിഫറൻസ് ഉണ്ടല്ലോ. ആ പ്രൈസ് ഡിഫറൻസ് ആണ് നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നത്. വിച്ച് മീൻസ് നമ്മൾ ചൂസ് ചെയ്യുന്ന കറൻസി പേഴ്സ് ഏതാണോ അതിന്റെ ഈ പറഞ്ഞ പോലെ അടുത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം US ഡോളർ ഈ ഇടയ്ക്ക് ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയി. എന്തുകൊണ്ടാണ്? US ഡോളർ, അതായത് USA ഈ പറഞ്ഞ പോലെ ഇന്ത്യ ആയിട്ടും ചൈന ആയിട്ടും ഒക്കെ തീരുവ, മറ്റേ നമ്മുടെ എക്സസ് 100% തീരുവ എല്ലാ രാജ്യവുമായിട്ട് ഈ പറഞ്ഞ പോലെ അത് 100% ആക്കി വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും US ഡോളർ ഭയങ്കരമായിട്ട് ഡൗൺ ആയിപ്പോയായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ചുറ്റുപാട് നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതായത് പൊളിറ്റിക്കലി, അതുപോലെ തന്നെ ഇപ്പം കോവിഡ് പോലുള്ള കാര്യങ്ങൾ, അതിലൊക്കെ ഞാൻ വരുന്നുണ്ട്. എന്തൊക്കെയാണ് ഈ കറൻസി പേഴ്സിന് പ്രൈസിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാൻ വരുന്നുണ്ട്. അപ്പൊ അതിലേക്ക് വരാം. അതിന് മുന്നായിട്ട് ഈ പറഞ്ഞ പോലെ ഫോറക്സ് മാർക്കറ്റിനെ പറ്റി നമ്മൾ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. ബ്രോയ്ക്ക് ഉണ്ടായ ഡൗട്ട്സ് ബ്രോ ക്ലിയർ ആയില്ലേ? പക്ക. ഇനി ഇതുപോലെ ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് പോവാം. ഓൾ ഗുഡ് ആണോ? ഓൾ ഗുഡ് ആണെങ്കിൽ ചാറ്റ് ബോക്സിലേക്ക് ഓൾ ഗുഡ് എന്നൊന്ന് ഇടാവോ? ഓൾ ഗുഡ്. ഓക്കെ, എക്സലന്റ്, ഗുഡ്. ഓസം ഗൈസ്, താങ്ക് യു. അപ്പൊ അടുത്തത് 2 മാർക്കറ്റുകൾ പഠിച്ചു, ഫോറക്സ് മാർക്കറ്റ് ആൻഡ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, അല്ലേ? അപ്പൊ അടുത്തതായിട്ട് വാട്ട് ഫാക്ടേഴ്സ് ഡിറ്റർമൈൻസ് ദ വാല്യൂ ഓഫ് എ കറൻസി. അതായത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഒരു കറൻസിയുടെ വാല്യൂ നിർണ്ണയിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് മുമ്പേ പറഞ്ഞ പോലെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്, അതുപോലെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന യുദ്ധങ്ങൾ, സഡൻ എമർജൻസി, ഇപ്പം COVID-19 പോലുള്ള സഡൻ എമർജൻസീസ്, അതുപോലെ ന്യൂസ്. അപ്പം ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കറൻസിയുടെ മൂല്യത്തെ ഭയങ്കരമായിട്ട് അതിന്റെ മൂല്യം കുറയുമോ കൂടുവോ എന്നൊക്കെ ഉള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ്. അപ്പൊ ഈ പറഞ്ഞ ഫാക്ടേഴ്സിനെ പറ്റിയൊക്കെ നമ്മൾ ഒരു പരിധിവരെ അവെയർ ആയിരിക്കണം. ഫോറക്സ് മാർക്കറ്റിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കറൻസി പേഴ്സ്, ഇപ്പൊ എന്റെ കറൻസി പേഴ്സ് യൂറോ USD ആണ്.
അപ്പൊ ഈ യൂറോ USD എന്തൊക്കെയാണ്, അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്, ഒരു ഓവറോള് നമുക്ക് ഈ പറഞ്ഞ പോലെ വേൾഡ് പൊളിറ്റിക്സിൽ ചെറിയൊരു ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും ന്യൂസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോയാൽ മതി. ഓവറോൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെയാണ് നടക്കുന്നത്, US ഡോളർ ഈ പറഞ്ഞ പോലെ വാല്യൂ കൂടാനാണോ കുറയാനാണോ സാധ്യത, അല്ലെങ്കിൽ യൂറോയുടെ വാല്യൂ കൂടാനാണോ കുറയാനാണോ സാധ്യത, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടേഴ്സ് എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഈ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഒരു അറിവ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഉണ്ടായിരിക്കുക എന്നുള്ളതുള്ളൂ. എന്ന് പറഞ്ഞ് ഭീകരമായിട്ട് ചാനൽ ചർച്ച ചെയ്തെന്ന് പറയുന്ന പോലെ ഘനഗംഭീരമായിട്ട് ഔദ്യോഗികമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ മാത്രമുള്ള അറിവും കാര്യങ്ങളൊന്നും വേണ്ട. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ബേസിക് ആയിട്ട് എന്താണ് വാട്ട്സ് ഹാപ്പനിങ് അറൌണ്ട് എന്നുള്ളതിനകത്ത് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ഓക്കെ, അത് ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഒരു കാര്യത്തിലേക്ക് പോവാം. ഇനി പറയാൻ പോകുന്ന ഒരു 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അത് നിങ്ങളുടെ ട്രേഡിംഗ് ജേർണിയിലെ സക്സസ് നിർണ്ണയിക്കുന്ന ഒരു 3 പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, നിങ്ങളൊരു ട്രേഡർ ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മെന്റർ അത് തീർച്ചയായിട്ടും വേണം. ഒരു മെന്റർ ഇല്ലാതെ നിങ്ങൾ ഒരിക്കലും, കാരണം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും ഒരു 90% ആളുകളും ഈ മാർക്കറ്റിലേക്ക് വന്ന് അവരുടെ പണം നഷ്ടപ്പെട്ട ഒരു സെനോറിയോസ് ആണ് കൂടുതലും ഞാൻ കേട്ടേക്കുന്നത്. നിങ്ങളും അത് തന്നെയായിരിക്കും കേട്ടേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പഠിക്കാതെ വന്ന് ചെയ്യുമ്പോഴാണ് സംഭവിക്കുന്നത്. ഞാൻ ഫോർ ദ ലാസ്റ്റ് 1 year ആയിട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ മെന്റർ നന്ദു ബ്രോ, എന്റെ മാത്രമല്ല, ഇപ്പം ഇവിടെ ഇരിക്കുന്ന അധികറിന്റെയും പ്രജ്വലിന്റെയും ഒക്കെ മെന്ററാണ് ഞങ്ങളുടെ നന്ദു ബ്രോ. അപ്പം എന്റെ മെന്റർ പറയുന്നതനുസരിച്ച് ഡിസിപ്ലിൻഡ് ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതുവരെ നഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കൃത്യമായിട്ടുള്ള നമുക്ക് ട്രേഡിംഗിലായിക്കോട്ടെ, നമുക്ക് ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് നമ്മുടെ കൺട്രോൾ നിർത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. റിസ്ക് മാനേജ്മെന്റ്, പ്രോപ്പർ മണി മാനേജ്മെന്റ്, ഇതൊക്കെ കൃത്യമായിട്ട് ഒരു ട്രേഡറിന്റെ ഒരു മെന്ററിന്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ മാർക്കറ്റിൽ വന്ന് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ നമുക്ക് ലോസും പ്രോഫിറ്റും രണ്ടും ഉണ്ടാവും. ഈ രണ്ടും ഉണ്ടാകുമ്പോഴും നമ്മുടെ റിസ്ക് മാനേജ്മെന്റും നമ്മുടെ മണി മാനേജ്മെന്റും ഒക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഓവറോൾ വരുമ്പോഴത്തേനും വി വിൽ ബി എൻഡ് അപ്പ് ഇൻ പ്രോഫിറ്റ്. കാരണം അതിനുള്ള സ്ട്രാറ്റജീസ് കൃത്യമായിട്ട് നമ്മുടെ മെന്റർ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു മെന്റർ തീർച്ചയായിട്ടും ഒരു ട്രേഡിംഗ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങൾ. അത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലായിക്കോട്ടെ, ഫോറക്സ് മാർക്കറ്റിലായിക്കോട്ടെ, ഇത് പണം വെച്ചുള്ള കളിയാണ്. അപ്പം കൃത്യമായിട്ട് അതിന് വർഷങ്ങളോളം എക്സ്പീരിയൻസ് ഉള്ള, മാർക്കറ്റിൽ ഇരുന്ന് എക്സ്പീരിയൻസ് നേടിയെടുത്ത ഒരു മെന്ററിന്റെ ഹെൽപ്പോട് കൂടി മാത്രം അത് തുടങ്ങുക. ഓക്കെ. രണ്ടാമതായിട്ടൊരു കമ്മ്യൂണിറ്റി. നിങ്ങൾ ആലോചിച്ചിരിക്കും, നിങ്ങൾ ഒരു ആസ്പയറിംഗ് ആയുള്ള ട്രേഡറാണ്. നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് ഇരുന്ന് യൂട്യൂബിൽ നോക്കി ഈ പറഞ്ഞ പോലെ പല ആൾക്കാരുടെ വീഡിയോ കാണും, പല പല കാര്യങ്ങൾ പഠിച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒരു സ്ട്രാറ്റജിയിൽ എത്തിപ്പെടാൻ പറ്റാതെ നിങ്ങൾ പല കാര്യങ്ങൾ പഠിച്ച് നിങ്ങൾ ഒറ്റയ്ക്ക് മാർക്കറ്റിൽ ഇരുന്ന് ഈ യൂട്യൂബിൽ നിന്ന് കേട്ട കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ലോസ് സംഭവിക്കും. ഒരു പോയിന്റ് എത്തി കഴിയുമ്പോൾ ആ പോയിന്റിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങൾ ഒറ്റയ്ക്കാണ്. നിങ്ങൾക്ക് ഇതൊന്ന് പറഞ്ഞ് ഈ പറഞ്ഞ പോലെ ഇത് എന്താണ് സംഭവിക്കുന്നത്, ഈ ലോസ് സംഭവിച്ചല്ലോ അല്ലെങ്കിൽ വാട്ട് എവർ ഹാപ്പൻ, നിങ്ങൾക്കൊന്ന് പറഞ്ഞ് ഷെയർ ചെയ്യാൻ പോലും ആരുമില്ല. നിങ്ങളുടെ കൂടെയുള്ള ആളുകൾ ഈ പറഞ്ഞ പോലെ ട്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അത് എന്താണെന്ന് കേട്ടിട്ട് പോലും ഉള്ള ആളുകളായിരിക്കില്ല മേ ബി. അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞങ്ങളുടെ എലൈറ്റ് ക്ലബ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പം അതിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ലോസ് ഒക്കെ വരുമ്പോൾ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇടും, ഇന്ന് അടുത്തൊരു ട്രേഡാണ്, ലോസ് സംഭവിച്ചു. നേരെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് ബാക്കി ഗ്രൂപ്പിലുള്ളവർ, ബ്രോ പോട്ടെ ബ്രോ, അടുത്ത ട്രേഡ് പിടിക്കാൻ ബ്രോ, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടിരിക്കുന്നു ബ്രോ. ഇപ്പൊ ഈ ഒരു രീതിയിൽ നമ്മളെ ഇങ്ങോട്ട് മോട്ടിവേറ്റ് ചെയ്ത് പുഷ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ കൂടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോ, നമ്മൾ ഒരിക്കലും ആഫ്റ്റർ ഓൾ നമ്മളെ ഹ്യൂമൻ ബീങ് ആണ്. നമ്മൾ ഒരു പരിധി കഴിയുമ്പോഴത്തേനും ഒരു ജേണിയാണിത്. ആ ജേണിയിൽ നമ്മൾ മടുക്കും. പക്ഷെ ആ ജേണിയിൽ മടുപ്പ് വരാതെ കൃത്യമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഒരു മെന്ററിന്റെ കൂടെ നമ്മുടെ കൂടെ ഒരു കമ്മ്യൂണിറ്റി കൂടെ ഉണ്ടെങ്കിൽ ദാറ്റ്സ് 100%. മെന്റർ 50% ആയി, ബാക്കി കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട് കൊണ്ടുണ്ടെങ്കിൽ ബാക്കി 100% ആയി. അപ്പൊ ആ രീതിയിൽ ഒരു മെന്ററിന്റെ സപ്പോർട്ട്, ഒരു കമ്മ്യൂണിറ്റിയുടെ സപ്പോർട്ട്. അതുപോലെ തന്നെ മൂന്നാമത് നമ്മൾ കഴിഞ്ഞ ഹോൾ വെബിനാറിൽ ഡിസ്കസ് ചെയ്തു, അതാണ് നമ്മുടെ മങ്ക് മോഡ് റൊട്ടീൻസ് ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്. നിങ്ങൾ വെബിനാറിന്റെ തുടക്കത്തിൽ പറഞ്ഞു ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ സംഭവിക്കുന്നു. അത് കേട്ട് കഴിയുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. കാരണം ഞാൻ ആ മാറ്റങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞ്
ഓക്കെ, ഇനി കുറച്ച് ആൾക്കാരെ എന്റെ കൂടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യാം എന്ന് കരുതിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ആദ്യം കമ്മ്യൂണിറ്റി തുറന്നതും. അത് മാത്രമല്ല, ഒരു സക്സസ്ഫുൾ ആസ്പയറിംഗ് ട്രേഡർ ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ട്രേഡിങ്ങിൽ നിങ്ങൾക്ക് സക്സസ് എന്നുള്ള ഒരു കാര്യം ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ എവിടെ വേണം എഴുതി ഒപ്പിത്തരാം. എന്താണ് നമ്മുടെ നവീർ ബ്രോ, എന്താണ് അഭിപ്രായം ഞാൻ ഈ പറഞ്ഞതിനെ പറ്റി? യെസ് ബ്രോ, ആക്ച്വലി ഞാനിപ്പോ ട്രേഡിംഗ് സ്റ്റാർട്ട് ആയിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 year ആയി. അപ്പൊ ഇതില് ഫസ്റ്റ് ഒരു 6 month ഇന്റെ എന്താ പറയാ എല്ലാം ഞാൻ തന്നെ ഇനി, ഐ മീൻ എന്താ പറയാ, ഇന്റെ മെന്റർ ഞാൻ തന്നെ ഇനി, കമ്മ്യൂണിറ്റി ആരുമില്ല, ഞാൻ തന്നെ ഇനി. ഈവൻ ഒരു ലോസ് വന്നാൽ പോലും എല്ലാം ഇന്ത്യ തന്നെ നടക്കും. പക്ഷെ ആഫ്റ്റർ ലേക്ക് കപ്പ് എന്നുള്ള സംഭവത്തിന് ശേഷം ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ എന്താണ് മീൻസ് ഒരു ലോസ് നടന്ന്, അല്ലെങ്കിൽ ഒരു ലോസിംഗ് സ്ട്രീക്ക് നടന്ന്. അപ്പൊ ആ ലോസിംഗ് സ്ട്രീക്കിന്റെ റീസൺ എന്താണ് എന്റെ മെന്റർ കണ്ടുപിടിച്ചത്. പക്ഷെ ആ ലോസിംഗ് മെന്റർ കണ്ടുപിടിച്ചെന്നാൽ എനിക്കൊരു എന്താ പറയാ ഒരു ഉള്ളൊരു ഇന്റൻഷൻ വേണം തിരിച്ചു വരാനുള്ള. ആ ഇന്റൻഷൻ എനിക്ക് എലൈറ്റ് ക്ലബിൽ നിന്ന് കിട്ടും. പിന്നെ ആ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കിട്ടിയിട്ട് കാര്യമില്ല, അലോങ് ദ ജേണി വേണം. ആ അലോങ് ദ ജേണി മമ്മൂടും തരും, അല്ലെങ്കിൽ ഡിസിപ്ലിന്റെ ലൈഫ് തരും. ഈ ഒരു സംഭവങ്ങൾ ട്രേഡിംഗ് ജേണിക്ക് ട്രാൻസ്ഫോം ചെയ്യാം. മീൻസ് ഈ ഒരു ജേണി ഞങ്ങൾ ട്രേഡിംഗ് ജേണിയിൽ വേണ്ടത്. സോ ബി ഓൺ ദാറ്റ് ട്രാക്ക്. അബ്സല്യൂട്ട്ലി ബ്രോ, താങ്ക് യു ബ്രോ. അപ്പൊ ഈ 3 കാര്യങ്ങൾ അഭി ബ്രോ എന്ത് തോന്നുന്നു ഇത് കേട്ടിട്ട്? ഈ 3 കാര്യങ്ങളുടെ ഒരു ആവശ്യകത. ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഡിസിപ്ലിൻഡ് ആയിട്ട് ഇതില്ലെങ്കിൽ നമ്മളെ എവിടെയെങ്കിലും 2-3 ഫെയിലോ എന്ത് കാര്യത്തിലായാലും, ഇപ്പൊ നമ്മള് ജിമ്മിൽ പോകുന്നതിൽ എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ, ഇഞ്ചറി പറ്റിക്കഴിഞ്ഞാലും നമുക്ക് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ ഇട്ടിട്ട് കളഞ്ഞിട്ട് പോകും. അപ്പൊ കൂടുതൽ ഇപ്പൊ ജിമ്മിൽ പോകുന്ന 2-3 പേര് എന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഒരു ഇഞ്ചറി പറ്റിയാലും അവര് ഓക്കെ എന്നെ ഫുള്ളപ്പ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് ഓക്കെ കുഴപ്പമില്ല, ഇത് കഴിഞ്ഞിട്ടായാലും നമുക്ക് തുടരാൻ സപ്പോർട്ട് ടീം ഉണ്ടെങ്കിൽ അത് ഏത് ഇതിലായാലും നമുക്ക് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അബ്സല്യൂട്ട്ലി അതേപോലെ യെസ്, ആളെ വേറെ ഡേറ്റ് എക്സാമ്പിൾ വെച്ച ആളെ പറഞ്ഞു. യെസ് 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 യെസ്, ഒരു കറക്റ്റ് സാധനമാണ് ജിമ്മിൽ പോണ കാര്യം. യെസ്, അത് ഏത് കാര്യത്തിലായിക്കോട്ടെ. ഇപ്പം നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യുന്ന ട്രേഡിംഗ് ആയതുകൊണ്ടാണ് ഈ മൂന്ന് കാര്യങ്ങൾ ലൈഫിൽ ഏത് കാര്യം നമ്മൾ പഠിക്കാൻ വേണ്ടി, നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്രോ നമ്മളെ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത നെക്സ്റ്റ് ലെവലിലേക്ക് നമ്മൾ പോകും. അതിൻ്റെ അത് ഒരു സംശയമില്ല. കാരണം ഞാൻ എൻ്റെ ലൈഫ് കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഈ 3 കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായെങ്കിൽ നമ്മുടെ ചാറ്റ് ബോക്സിലേക്ക് യെസ് എന്നൊന്ന് കമന്റ് ചെയ്യാമോ? യെസ്, ക്ലിയർ, പക്ക. എക്സലന്റ്. അപ്പൊ ഇതുവരെ ഡൗട്ട്സ് ഒന്നുമില്ല. ഓസം, താങ്ക് യു. അപ്പോ ഇനി ഒരു ചോദ്യമാണ്, ഹു ക്യാൻ ബി സക്സസ്ഫുൾ ഇൻ ട്രേഡിംഗ്? സിമ്പിൾ ആൻസർ ആണ്. ഈ 3 കാര്യങ്ങളും അലൈൻഡ് ആയിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ബി ഈസിലി സക്സസ്ഫുൾ ഇൻ ട്രേഡിംഗ്. ഇതിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് ഒരു ട്രേഡറിന്റെ സക്സസ് നിർണ്ണയിക്കുന്ന ഈ 3 കാര്യങ്ങൾ, ഒരു മെന്റർ, ഒരു കമ്മ്യൂണിറ്റി, ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ, ഈ 3 കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ട്രേഡർ സക്സസ്ഫുൾ ആയിരിക്കും. അതിൻ്റെ അകത്ത് ഒരു സംശയവും ഇല്ല. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരിയാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിലേക്ക് യെസ് അല്ലെങ്കിൽ റൈറ്റ് എന്നൊന്ന് കമന്റ് ചെയ്യാവോ? അബ്സല്യൂട്ട്ലി. അപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ 3 കാര്യങ്ങളുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായി എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. താങ്ക് യു. ആൻഡ് ദെൻ നമ്മൾ നമ്മുടെ വെബിനാറിന്റെ ലാസ്റ്റ് ഫേസിലേക്ക് പോവാണ്. സോ ഈ പറഞ്ഞ 3 കാര്യങ്ങളും അലൈൻഡാക്കിക്കൊണ്ട് നമ്മുടെ ഒക്ടോബർ മെന്റർഷിപ്പ് ബാച്ചിലേക്ക് ട്രേഡിംഗ് പഠിക്കാൻ താല്പര്യമുള്ള ആസ്പയറിംഗ് ആയിട്ടുള്ള ട്രേഡേഴ്സിന് ഞാൻ ഇൻവൈറ്റ് ചെയ്യുകയാണ്. ആൻഡ് കഴിഞ്ഞ വെബിനാറിൽ പങ്കെടുത്തതിൽ ഒരു 15ഓളം പേര് ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഇനി ഒരു 5 സീറ്റുകൾ ലെഫ്റ്റ് ഉണ്ട്. ആ 5 സീറ്റിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ 5 സീറ്റ് മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ആളുകൾ എടുക്കുന്നില്ല. വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആളുകളെ വേണ്ട, നമുക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാരെ മതി. അങ്ങനെ നിങ്ങൾക്ക് ഈ 3 കാര്യങ്ങളും അലൈൻഡായി
ഒരു സക്സസ്ഫുൾ ട്രേഡർ ആവണം എന്ന് തീവ്രമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഞാൻ ഒരു ഗൂഗിൾ ഫോം ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തിട്ട് നിങ്ങളുടെ എലിജിബിലിറ്റി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാം. ആ എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എൻറോൾമെന്റ് കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാം. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം. അപ്പം ഈ ഒരു സമയത്ത് നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്ത് വന്നു. നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ ഏറ്റവും ബേസിക്സ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റി. സോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിയർ ചെയ്തിട്ട് മുന്നോട്ട് പോകാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സെഷൻ റാപ്പ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ സൺഡേ ചിൽ ഔട്ട് പരിപാടികളിലേക്ക് മടങ്ങാം. എന്തേലും ക്വസ്റ്റ്യൻസ്? എനി ക്വസ്റ്റ്യൻസ്? അഭി ബ്രോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഓൾ ഗുഡ് ആണ്. ഇന്ന് നമ്മൾ മൊത്തത്തിൽ പഠിച്ച കാര്യങ്ങളെ പറ്റി റഫ്ലി ബ്രോയ്ക്ക് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. ഐ മീൻ നമ്മൾ എന്താണ് പറഞ്ഞത്, എന്താണ് പറഞ്ഞു പോയത്, ഇതിനെപ്പറ്റി ജസ്റ്റ് റഫ്ലി ഒന്ന് പറയാമോ? എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ രണ്ടുതരം മാർക്കറ്റുകളാണ് മെയിൻ ആയിട്ട് ഉള്ളത്. യെസ്. ഇന്ത്യൻ സ്റ്റോക്കും ഫോറക്സ് മാർക്കറ്റും. ഉം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കമ്പനികളുടെ ഷെയർ മേടിച്ചിട്ട് വിൽക്കും. അതിനൊരു പ്രത്യേക ടൈം ഉണ്ട്. രാവിലെ 9:15 മുതൽ അത് വൈകുന്നേരം ഇൻട്രാഡേ 3:00 ട്രേഡിങ്ങിനേ ഉള്ളൂ കേട്ടോ. ആ ഒരു 9:15 മുതൽ 3:30 വരെയുള്ള സമയം. ലോങ് ടൈം ഓക്കെ. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ആ സമയം ബാധകമല്ല. അവർക്ക് ഏത് സമയവും സ്റ്റോക്സ് മേടിക്കാം. ഓക്കെ. ഷോർട്ട് ടേം ട്രേഡേഴ്സ് അല്ലേ? ഷോർട്ട് ടേം യെസ് ട്രേഡേഴ്സ് ഇൻട്രാ ട്രേഡ് യെസ് സെയിം യെസ് അല്ലേ? യെസ് 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 ഓക്കെ. യെസ് പക്ക. പിന്നെ രണ്ടാമതൊരു മാർക്കറ്റ് ഫോറക്സ് മാർക്കറ്റ്. അവിടെ നമ്മൾ രാജ്യങ്ങളുടെ കറൻസി മേടിച്ചിട്ട് ആ മൂല്യ വ്യത്യാസം അനുസരിച്ച് നമുക്ക് പ്രോഫിറ്റോ ലോസോ കിട്ടും. യെസ്, കറൻസി പേഴ്സ് ആണ് നമ്മൾ ഫോറക്സ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നത്. യെസ് ബ്രോ. ഒരു ട്രേഡിംഗ് ജേർണിയിൽ ടു ബി സക്സസ്ഫുൾ ജേർണി ലൈക്ക് ട്രേഡർ ആവാൻ നിർണ്ണയിക്കുന്ന 3 കാര്യങ്ങൾ. യു ഹാവ് ടു ഹാവ് എ ഗുഡ് മെന്റർ, ഒരു നല്ല കമ്മ്യൂണിറ്റി, പിന്നെ അതേപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ. Absolutely bro, absolutely. Awesome, thank you so much for sharing bro. അരുൺ, സത്യൻ, എല്ലാവരും ഒരു ചെറിയ ഫീഡ്ബാക്ക് ഇട്ട് തരുമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ that would be a helpful thing for me. I mean ഞാൻ ബ്രോ നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ചോദിച്ചോ ബ്രോ. ഇത്ര നേരം നമ്മൾ പറഞ്ഞിട്ട് നമ്മളെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് മുതൽ ഫോറക്സും പറഞ്ഞു. അപ്പൊ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ പേഴ്സണലി ഇതിൽ ഏത് മാർക്കറ്റാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നുന്നത്? ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ആണോ ഓർ നമ്മൾ ഫോറക്സ് ആണോ? വെരി ഗുഡ് ക്വസ്റ്റ്യൻ ബ്രോ. ഉത്തരം പറയാം, നോ വറീസ്. അല്ല, ഓരോരുത്തരായിട്ട് ഉത്തരം പറഞ്ഞോ. അബി ബ്രോ ഏതാണ് ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തത്? ബ്രോ ഞാൻ പറയട്ടെ, എന്നാ നവനീത് ബ്രോ പറഞ്ഞോ. പേഴ്സണലി ഫോറക്സ് അതുപോലെ ബ്രോ, നമുക്കതാണല്ലോ Personally വേണ്ടത്. യൂറോ USD. അല്ല, പേഴ്സണലി ഫോറക്സ് പറയാനുള്ള റീസൺ? ബ്രോ ഞാൻ അറിയാലോ, കോളേജാണ്, ടൈം ആ. കിട്ടുന്നത് ഫോറക്സ് ആണ്. ബ്രോയ്ക്ക് ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളതുകൊണ്ടാണോ ബ്രോ ഫോറക്സ് ചൂസ് ചെയ്തത്? യെസ് ബ്രോ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് അത് നമുക്ക് കിട്ടത്തില്ലല്ലോ. Absolutely bro, absolutely. Thank you bro, thank you for sharing. അബി ബ്രോ എന്ത് Yes തോന്നുന്നു? bro. എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ ഫോറക്സില് ബ്രോ പറഞ്ഞ കണക്ക് ന്യൂസും ബാക്കി കാര്യങ്ങളൊക്കെ ഫോളോ അപ്പ് ചെയ്ത് നമുക്കൊരു ഐഡിയ കിട്ടുമായിരിക്കും. ഓക്കെ, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കറൻസി ഇന്ന രാജ്യത്തിന്റെ കുറയാനോ കൂടാനോ സാധ്യതയുണ്ട്. പക്ഷെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കമ്പനികളെ പറ്റിയും പഠിക്കാതെ നമുക്ക് ആ അറിഞ്ഞൂടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു absolutely. കുറച്ചായിരിക്കും. Yes, yes, ബ്രോ yes അബി ബ്രോ. ഞാന് ചൂസ് ചെയ്യാൻ കാരണം ജസ്റ്റ് ഒരു ഇത് പറയാം. ആ ഒന്ന് ടൈം തന്നെയാണ്. ഇന്ത്യൻ മാർക്കറ്റ് ടൈം 9:15 to 3:30 വരെയാണ് ആക്ച്വലി ടൈം വരുന്നത്. ഉം, അപ്പൊ അതിൽ നമ്മളിപ്പോ കോളേജ് പോകുന്നവരുണ്ടാവും, വർക്കിന് പോകുന്നവരുണ്ടാവും. ഞാനിപ്പോ വർക്കിന് പോകുന്നതാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഇതൊക്കെ നോക്കാൻ ടൈം അങ്ങനെ കിട്ടാറില്ല. ഉം. അതൊന്ന് ടൈം വലിയൊരു ഫാക്ടറാണ്. ഫോറക്സ് ആണെങ്കിൽ 24 hours നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര വലിയൊരു പ്രിവിലേജ് ആണ്. യെസ്. പിന്നെയുള്ള കാര്യം, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ചെയ്യണമെങ്കിൽ നല്ല ക്യാപിറ്റൽ വേണം, ഹ്യൂജ് ക്യാപിറ്റൽ വേണം സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഫോറക്സ് ആണെങ്കിൽ നമുക്ക് അത്രയും എമൗണ്ട് വേണ്ട, പക്ഷെ അതിൽ നിന്ന് അത്യാവശ്യം ഫണ്ട് നല്ല രീതിയിൽ ഉണ്ടാക്കാനും പറ്റും. അത് മാത്രമല്ല, ഫോറക്സിന് വേറൊരു പ്രത്യേകത, നമുക്ക് സ്കിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പൈസ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഫണ്ട് പ്രൊവൈഡ് ചെയ്ത് നമുക്ക് ഒരു ചെറിയ നമ്മുടെ 80-20 പ്രോഫിറ്റ് ഷെയറിൽ നമുക്ക് ഈ പറഞ്ഞ ട്രേഡ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
അത് ഇന്ത്യൻ സ്റ്റോക്ക് യെസ്, മാർക്കറ്റിൽ അത് ഇല്ലല്ലോ. ഇല്ല ഇല്ല, യെസ്, ഇന്ത്യൻ മാർക്കറ്റിൽ ഇല്ല. അത് ഫണ്ടഡ് അക്കൗണ്ട്സും കാര്യങ്ങളൊക്കെ ഫോറക്സിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് അബ്സല്യൂട്ട്ലി, ഹ്യൂജ് അഡ്വാൻറ്റേജ് ആണ്. അബ്സല്യൂട്ട്ലി. യെസ്. സെറിൽ ബ്രോ എന്ത് തോന്നുന്നു? ഏതാണ് ഏത് മാർക്കറ്റാണ് വിച്ച് ഈസ് മോർ ബെറ്റർ, അല്ലെങ്കിൽ ബ്രോയ്ക്ക് ഏതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്തത്? ടൈമാണ് ഇത് 24 hours ഉള്ളതുകൊണ്ട് ടൈം എപ്പോഴും ഞാനാണെങ്കിലും ഷിഫ്റ്റിൽ പോകും. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഇപ്പൊ ഞാൻ കാനഡയിലാണ്. ഓക്കെ സമയം ഓക്കെ, ടൈമിങ് കാര്യങ്ങൾ വെച്ചിട്ട് ഫോറക്സ് തന്നെ ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് അല്ലേ? അതെ. യെസ് ബ്രോ, യെസ് ബ്രോ. എക്സലന്റ്, എക്സലന്റ്. കുരുവിള ബ്രോ, വാട്ട് ഡു യു തിങ്ക്? എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത്, ടൈമാണ്. കാരണം എബ്രോഡ് ഉള്ളവർക്കാണെങ്കിലും ഇന്ത്യയിലുള്ളവർക്കാണെങ്കിലും എനിക്ക് തോന്നുന്നു ടൈമാണ് മെയിൻ ഒരു ഫാക്ടർ. കാരണം മറ്റേ ടൈം എന്ന് പറയുമ്പോൾ എല്ലാവരും രാവിലെ ജോലിക്കും പോയി അതെല്ലാം കഴിയുമ്പോൾ ഓൾറെഡി അത് ടൈം എൻഡപ്പ് ആവും. ഇതെന്ന് പറയുമ്പോൾ 24 hour ഓപ്പൺ ആയതുകൊണ്ട് നമുക്ക് എപ്പം വേണം നമ്മുടെ ഫ്രീ ടൈം വെച്ച് നമുക്ക് എന്തും ചെയ്യാമല്ലോ. അതാണ് ഒരു മെയിൻ ഫാക്ടറാണ്. അബ്സല്യൂട്ട്ലി ബ്രോ, അബ്സല്യൂട്ട്ലി. അത് തന്നെയാണ് ഇപ്പൊ ഞാനും ആണെങ്കിലും ഫോറക്സ് മാർക്കറ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം അത് തന്നെയാണ്. നമ്മുടെ ഒരു ടൈം ഫ്ലെക്സിബിലിറ്റി അതിനകത്ത് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. യെസ്, അരുൺ ബ്രോ, വാട്ട് ഡു യു തിങ്ക്? ബ്രോ കറക്റ്റ് ആണ്. അതായത് നമ്മളിപ്പോ ഒരു പാസീവ് ഇൻകം ആയിട്ടാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഇത് നമ്മൾ കണക്കാക്കുന്നത്. അത് വെച്ച് ഉറപ്പായിട്ടും. നോക്കുമ്പോൾ നമുക്ക് 24/7 ഉള്ളപ്പോൾ ഫോറക്സ് തന്നെയാണ് സ്യൂട്ടായിട്ട് തോന്നുന്നത്. ബ്രോ മാത്രമല്ല 24/7 അല്ല, 24/5 ആണ്. സോറി, 24 ഓക്കെ hours എന്ന് ഞാൻ പറഞ്ഞു, 24/7 എന്ന് പറഞ്ഞിട്ടില്ലേ. മൺഡേ ടു ഓക്കെ ഫ്രൈഡേ മാർക്കറ്റുള്ള. മൺഡേ. ഓക്കെ യെസ്, ഓക്കെ യെസ്. ഓക്കെ ഓക്കെ, അതേതായാലും പറഞ്ഞ നന്നായി. ഞാൻ 24/7 ചിന്തിച്ചിരിക്കുവായിരുന്നു. ഇല്ല, 24/5. ഐ മീൻ മൺഡേ ടു ഫ്രൈഡേ ആണ് മാർക്കറ്റ്. ഓക്കെ ഓക്കെ. യെസ്, പക്ക പക്ക. ഓസം, താങ്ക് യു. വാട്ട് ഡു യു തിങ്ക് ഹെലൻ? ഹെലന്റെ ഒപ്പീനിയൻ എടുത്തിട്ട് നമുക്ക് പയ്യെ റാപ്പ് ചെയ്യായിരുന്നു. പേഴ്സണലി ഞാൻ ഇന്ത്യൻ മാർക്കറ്റാണ് ട്രേഡ് പണ്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ ഫോറക്സ് കേട്ടപ്പം ഒബ്വിയസ്ലി ഇത് ടൈം ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം മറ്റേത് നമ്മള് ഒന്നെങ്കിൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ചിലപ്പോൾ നമ്മൾ തിരക്കിൽപ്പെട്ടു പോയി കറക്റ്റ് സമയത്ത് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഒരു പ്രശ്നം വരും. ബിക്കോസ് ആ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് വർക്കിംഗ് ആയ ഒരു സമയം ആയതുകൊണ്ട്. ബട്ട് എസ്പെഷ്യലി ദ ടൈമിംഗ് മാറ്റേഴ്സ്. പിന്നെ ഐ എം സോ ഇൻട്രസ്റ്റഡ് ടു ഹിയർ ദാറ്റ് ഫണ്ടിങ് കിട്ടും എന്നുള്ളത്. സോ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഐ എം ഓൾസോ ഇൻട്രസ്റ്റഡ്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഓക്കെ, പറഞ്ഞത് നന്നായി. അപ്പം എനിക്കൊരു ഫണ്ടഡ് അക്കൗണ്ട് ഉണ്ട്, $10,000 ഒരു ഫണ്ടഡ് അക്കൗണ്ട് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. നദീർ ബ്രോയ്ക്ക് ഒരു $5,000 ഫണ്ടഡ് അക്കൗണ്ട് നദീർ ബ്രോ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഫീസ് അടച്ചിട്ട് നമ്മൾ എക്സാം എഴുതുന്ന പോലെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഫീസ് അടച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ട്രേഡ് എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി. അതായത് അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഇത്ര രൂപയ്ക്കുള്ള ലോസ് വരുത്താൻ പാടില്ല. അതുപോലെ ഒരു ട്രേഡിൽ മാക്സിമം അത് കണ്ടമാനം പ്രോഫിറ്റ് വരാനും പാടില്ല. അപ്പൊ ഡിസിപ്ലിൻ ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഗാംബ്ലിംഗ് മോഡിൽ അല്ലാതെ നമ്മുടെ കൃത്യമായുള്ള സ്ട്രാറ്റജീസ് വർക്ക്ഔട്ട് ചെയ്ത് ട്രേഡ് ചെയ്ത് അവർ പറയുന്ന ആ ഒരു എമൗണ്ട് ആ ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്ക് ഫണ്ട് തരും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ സ്കില്ലിനെ മാനിച്ചുകൊണ്ട്. അപ്പം അതൊരു 80-20 പ്രിൻസിപ്പിൾ. ഐ മീൻ 80% നമുക്കും 20% അവർക്ക് കമ്മീഷൻ എന്നുള്ള രീതിയിൽ ആ രീതിയിലായിരിക്കും പ്രോഫിറ്റിന്റെ സ്പ്ലിറ്റ് പോകുന്നത്. അപ്പൊ അത് ഭയങ്കര വലിയൊരു പ്രിവിലേജ് ആണ്. കാരണം നമ്മൾ ഈ ഹൈ ഇൻകം സ്കില്ല് പഠിച്ചെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫണ്ട് നമ്മുടെ കിട്ടുവാണ് നമുക്ക് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് പണം ഉണ്ടാക്കാനായിട്ട്. അപ്പം ഈ പ്രിവിലേജ് ഒരു മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ള കാര്യമല്ല. ഫോറക്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊരു ഭയങ്കര വലിയൊരു പ്രിവിലേജ് തന്നെയാണ്. സോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഫോറക്സിൽ ഒരു ഹൈ ഇൻകം സ്കില്ല് പഠിച്ച് ഫോറക്സ് മാർക്കറ്റ് മാസ്റ്റർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ ഒക്ടോബർ ബാച്ചിലേക്ക് ക്ഷണിക്കുകയാണ്. ഞാൻ ഗൂഗിൾ ഫോം ഇട്ടേക്കാം. അത് നിങ്ങൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ എലിജിബിലിറ്റി ടെസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ഇവിടുന്ന് നിങ്ങൾക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് പിന്നീട് നിങ്ങൾക്ക് എൻറോൾമെന്റിനുള്ള കാര്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാം. ഓക്കെ ഗൈസ്, വേറെ ഡൗട്ട്സ് കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഹെലൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഫുൾ ഗുഡ് ആണോ? ഈ ഫോറക്സ് ഫണ്ടഡ് മാർക്കറ്റില് ടൈം പീരീഡ് ഉണ്ടോ? ലൈക്ക് ഇത്ര സ്പെസിഫൈഡ് ടൈം, ഇത്ര ഇയേഴ്സ് അല്ലെങ്കിൽ മന്ത്സ്, ആ സമയത്തിലേക്ക് നമുക്ക് ഈ പർട്ടിക്കുലർ എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ എമൗണ്ട് കിട്ടും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് ചോദ്യം കുറച്ചുകൂടെ ഒന്ന് ക്ലിയർ ആവാനുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചത് ഇതാണ്,
ഇപ്പൊ നമുക്ക് ഒരു $10,000 ഒരു ഫണ്ടഡ് അക്കൗണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ക്രാക്ക് ചെയ്തു എന്നുണ്ടെങ്കിൽ, ആ ഫോർ എക്സാമ്പിൾ സെപ്റ്റംബർ 29 ഞാൻ ക്രാക്ക് ചെയ്ത ആ അതിനൊരു ഇത്ര ടൈം പീരീഡ് അങ്ങനെ വല്ലതും ഉണ്ടോ, ലിമിറ്റേഷൻ ഉണ്ടോ, ദാറ്റ് യു ഹാവ് ടു യൂസ് ദിസ് എമൗണ്ട് ഈ ഒരു സമയത്തിനുള്ളിലായിരിക്കും നിങ്ങൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പം ഇത്ര നിങ്ങൾ പ്രോഫിറ്റ് ഷെയറിങ് അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ച് എമൗണ്ട് കൂട്ടി തരികയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഇല്ലില്ല, അങ്ങനെ എമൗണ്ട് കൂട്ടി തരുന്ന പരിപാടി ഇല്ല. അത് മാത്രമല്ല നമുക്ക് ഈ പറഞ്ഞ പോലെ ടൈം ലിമിറ്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു മാസം അല്ല, നമുക്ക് അക്കൗണ്ട് നമ്മൾ ഒരു ട്രേഡ് പോലും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് ഡിസ്മിസ് ആവും. 30 days അല്ല, എത്ര? 30 അല്ലേ? 30 days. 30 ആ days. 30 days നമ്മൾ ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിൽ ട്രേഡ് ഒന്നും എടുക്കാതിരുന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് അവർ തന്നെ ഡിസ്മിസ് ചെയ്യും. അത് അക്കൗണ്ട് റൂളാണ്. ട്രേഡ് എടുത്ത് ലോസ് ആണെങ്കിലോ? ലോസ് വരുത്താനും ഇത്ര എമൗണ്ട് കൂടുതൽ ലോസ് വരുത്താനും പാടില്ല. അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഉണ്ട് അവിടെ. യെസ്. അപ്പം നമുക്ക് ഒരു ദിവസം മാക്സിമം ലോസ് വരുത്താവുന്ന എമൗണ്ട് ഇത്രയും, ഒരു ഒറ്റ ട്രേഡിൽ മാക്സിമം ലോസ് വരുത്താവുന്ന എമൗണ്ട് ഇത്രയും. അപ്പം അതാണ്, അവിടെയാണ് ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ട്രേഡർക്ക് മാത്രമേ ഉള്ളൂ ഒരു ഫണ്ടഡ് അക്കൗണ്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. കൃത്യമായിട്ടുള്ള മണി മാനേജ്മെന്റ്, കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും, കൃത്യമായിട്ട് ഈ പറഞ്ഞ റിസ്ക് മാനേജ്മെന്റ് വെച്ച് പ്രോപ്പറായിട്ട് ഡിസിപ്ലിൻ ആയിട്ട് പോകുന്ന ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ഫണ്ടഡ് അക്കൗണ്ട് ക്രാക്ക് ചെയ്യാനും അത് പിന്നീട് അങ്ങോട്ട് മാനേജ് ചെയ്യാനും പറ്റുള്ളൂ. ഈ $5,000, $10,000, 25,000, 50,000, 1,00,000 അങ്ങനെ ഈ പറഞ്ഞ പോലെ റേഞ്ച് ഇങ്ങനെ കയറി വരും. നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്കില്ല് എത്രത്തോളം കൂട്ടുന്നോ അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ വലിയ വലിയ എമൗണ്ടുകൾ ക്രാക്ക് ചെയ്ത് നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വലിയൊരു പ്രിവിലേജ് ഫോറക്സ് മാർക്കറ്റ് നമുക്ക് തരുന്നുണ്ട്. സോ ഗൈസ്, മെയിൻ ആയിട്ട് ഇമോഷണൽ മാനേജ്മെന്റ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ? ഇമോഷണൽ മാനേജ്മെന്റ് ആണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം. കാരണം വി ആർ പ്ലേയിങ് വിത്ത് മണി. നമുക്ക് ഈ പറഞ്ഞ പോലെ ഇമോഷൻ അത് പ്രോപ്പറായിട്ട് നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ $10 ആയിക്കോട്ടെ, $50 ആയിക്കോട്ടെ, നമുക്കൊരു ലോസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലൈഫിനോടുള്ള അപ്രോച്ച് വരെ കുറച്ച് സമയത്തേക്ക് നമ്മൾ അത് എനിക്ക് തോന്നുന്നു പ്രജൽ ബ്രോയ്ക്ക് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു. കാരണം നമ്മൾ ഏത് രീതിയിലാണ് തുടക്കത്തിലൊക്കെ ഈ പറഞ്ഞാൽ എനിക്ക് പിന്നെ ആ ദിവസം പോക്കായിരുന്നു. ഒരു ചെറിയ ലോസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം പിന്നെ ഒന്നും ഞാൻ നേരെ ചെയ്യാത്ത അവസ്ഥ. അതായത് എന്തിന് ഞാൻ ആ ട്രേഡ് എടുത്തുനിന്ന് ഇങ്ങനെ കുറ്റബോധം കൊണ്ട് നടക്കുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടക്കത്തില്. അപ്പം അതാണ് ഈ ഇമോഷണൽ മാനേജ്മെന്റ് പ്രോപ്പർ അല്ലെങ്കിലുള്ള കുഴപ്പം. പ്രജൽ ബ്രോയുടെ എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാൻ പറ്റുമോ? പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാല് ഇമോഷൻ അല്ലേ. നമ്മളിപ്പോ ഒരു പറയുന്ന പോലെയല്ല, നമ്മളിപ്പോ പറയുമ്പോ 5K അല്ലെങ്കിൽ 10K 50K 100K എന്നൊക്കെ പറയാം, വലിയ വലിയ ഫണ്ടഡ് അക്കൗണ്ട്സ് കിട്ടും. പക്ഷെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ ചെറുതായിട്ട് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പൊ 5K സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ഒരിപ്പം 10,000 എന്ന് പറയുന്നതിന്റെ ഒരു 1%ഉം 1,00,000ന്റെ 1%ഉം തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു എമൗണ്ട് നമുക്ക് ബിയർ ചെയ്യാനുള്ള ഒരു മെന്റാലിറ്റിയിൽ എത്തുക എന്ന് പറയുന്നത് എക്സ്പീരിയൻസിൽ ത്രൂ മാത്രമേ എത്തുള്ളൂ. അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം ട്രേഡിങ്ങില്. അപ്പൊ ആ ലോസ്, ഈ റിസ്ക് മാനേജ്മെന്റ് കാര്യങ്ങൾ മാനേജ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രേഡിങ്ങിൽ ഒരിക്കലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റൂല. അപ്പൊ അതിനാണ് നമ്മൾ പഠിച്ച് സെറ്റായി കമ്മ്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ ആയി അതിൻ്റെതായ രീതിയിൽ പോകുന്നത്. അത് മാത്രമല്ല, അവിടെയാണ് നമ്മുടെ ഈ മങ്ക് മോഡ് റൊട്ടീൻസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ എത്രത്തോളം അത് ഡിസിപ്ലിൻഡ് നല്ല രീതിയിൽ ആയിട്ടുള്ള ഹെൽപ്പ് ചെയ്യും. യെസ്. കാരണം ഇവരൊക്കെ സംസാരിക്കുന്നത് ദേ ആർ ഓൾ സ്പീക്കിംഗ് ഫ്രം ദെയർ എക്സ്പീരിയൻസസ്. കാരണം ആ റൊട്ടീൻസ് നമ്മൾ എല്ലാ ദിവസവും റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ഇമോഷൻ നമുക്ക് ഓക്കെ, പ്രോഫിറ്റ് ആയിക്കോട്ടെ ലോസ് ആയിക്കോട്ടെ, നമ്മൾ കൃത്യമായിട്ട് ആ ട്രേഡിന്റെ ഫീഡ്ബാക്ക് എടുത്ത് നമ്മൾ കൃത്യമായിട്ട് ലാപ്പ് അടിച്ച് വെച്ച് നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്വിച്ച് ആകാൻ പറ്റും. നമ്മൾ ആ ട്രേഡുമായിട്ട് ഡിറ്റാച്ച്ഡ് ആവും. വാട്ട് എവർ ദ റിസൾട്ട് ഡസന്റ് മാറ്റർ. അവിടെയാണ് നമ്മുടെ ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈല്, അവിടെയാണ് നമുക്ക് ഗുണം ചെയ്യാൻ പോകുന്നത്. അപ്പം ഇത് എല്ലാം അലൈനായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇവിടെ ഒരു സക്സസ് ബ്രിങ്ങിങ് ചെയ്തുകൊണ്ട് വരാൻ പറ്റുള്ളൂ. സോ ഗൈസ്, നമുക്ക് ഒരു മെഡിറ്റേഷൻ നടത്തി റാപ്പ് ചെയ്താലോ? വേറെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നല്ല ഹാബിറ്റ് ഈ പറഞ്ഞ പോലെ പലരും തുടങ്ങി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഇനി തുടങ്ങാനുള്ള ആൾക്കാരുണ്ട്. അപ്പം അവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. ജസ്റ്റ് നമുക്കൊരു മെഡിറ്റേഷൻ നടത്തി റാപ്പ് ചെയ്യാം. വേറെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലല്ലോ ആർക്കും? എല്ലാം ഓൾ ഗുഡ് അല്ലേ? ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദ സെഷൻ. അപ്പൊ നമുക്ക് പെട്ടെന്ന്
ഒരു മെഡിറ്റേഷൻ ഞാൻ പറയുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഒന്ന് പാലിച്ച് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒന്ന് നിങ്ങൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുക, ഒരു മെഡിറ്റേഷൻ നടത്തി നമുക്ക് റാപ്പ് ചെയ്യാം. ഓക്കെ ഗൈസ്, നിങ്ങൾ വളരെ സമാധാനമായിട്ട് ഇരിക്കുന്നിടത്ത് ഇരിക്കുക. അവിടെ നടുവൊക്കെ നിവൃത്തി ഒന്ന് സെറ്റായി ഇരിക്കുക. ഓക്കെ, റെഡി? പയ്യെ കണ്ണുകളൊക്കെ ഒന്ന് അടയ്ക്കാം. നിങ്ങൾ വളരെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണ്. വളരെ ശാന്തമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങളുടെ ശരീരഭാഗങ്ങളെല്ലാം റെസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ്. സോ വളരെ സന്തോഷമായി സമാധാനമായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത്. പതിയെ ശ്വാസം ഉള്ളിലേക്ക് ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ, ഇൻഹേൽ, എക്സ്ഹേൽ. Inhale, exhale, നിങ്ങൾ വളരെ സമാധാനമായിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ ഈ നല്ല ദിവസം നൽകി ദൈവത്തിനും പ്രകൃതിക്കും ആദ്യം നന്ദി പറയുക. നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആകുന്നു, അത്രത്തോളം നമ്മുടെ പ്രകൃതിയും ദൈവവും ഒക്കെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പം നല്ലൊരു ദിവസം നൽകിയ ദൈവത്തിനും പ്രകൃതിക്കും നന്ദി പറയുക. അതുപോലെ തന്നെ നമുക്ക് നല്ല പേരൻസിനെ നൽകി, നല്ല സിബ്ലിങ്സ്, നല്ല പാർട്ട്നേഴ്സ്, നല്ല ഫ്രണ്ട്സ്, അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തിനും പ്രകൃതിക്കും നന്ദി പറയുക. പേരൻസ് ആണെങ്കിൽ പേരൻസിന്റെ ഒക്കെ മുഖം പിക്ചറൈസേഷനായി മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെ ഓർത്തുകൊണ്ട് നല്ല പേരൻസിനെ എനിക്ക് നൽകിയതിന് നന്ദി പറയുക. അതുപോലെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയുക, പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് നന്ദി പറയുക, എല്ലാവർക്കും. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മെന്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തുള്ള ടീച്ചേഴ്സ്, അങ്ങനെ നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദി പറയുക. എല്ലാവരുടെയും മുഖം ഇങ്ങനെ മനസ്സിലേക്ക് പിക്ചറൈസേഷനായി കൊണ്ടുവന്ന് അവർക്ക് നന്ദി പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ നൽകിയ ഓരോ ചെറിയ അനുഗ്രഹങ്ങളും, നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ വീടാകാം, നിങ്ങൾക്കൊരു വണ്ടി ഉണ്ടെങ്കിൽ അതാവാം, നിങ്ങൾക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ അതാവാം,
ചെറിയ അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ചെറിയ അനുഗ്രഹങ്ങൾ അതൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അതിനെല്ലാം നന്ദി പറയുക. ജീവിതത്തിൽ നൽകിയ ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിനെല്ലാം നന്ദി പറയുക. എപ്പോഴും നമ്മൾ ഓൾവേസ് ബി ഗ്രേറ്റ്ഫുൾ. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രീം ഉണ്ടാവും, ഒരു സ്വപ്നം ഉണ്ടാവും, അല്ല നിങ്ങൾ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, ഒരു ഡെസ്റ്റിനി ഉണ്ടാവും. അത് നിങ്ങൾ നേടിയെടുത്തതിന് ശേഷമുള്ള ആ ദിവസം മനസ്സിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങളിങ്ങനെ വർഷങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു വലിയ ഡ്രീം അത് നിങ്ങൾ അച്ചീവ് ചെയ്തു. ആ ദിവസത്തിൽ നിങ്ങൾ എത്തി നിൽക്കുവാണ്. വാവ്! ആ ദിവസത്തെ ഓർത്ത് നന്ദി പറയാം, വളരെ സന്തോഷത്തോടെ. വാവ്, ഞാനത് അച്ചീവ് ചെയ്തു. അച്ചീവ് ചെയ്ത മൂമെന്റ് മാനിഫെസ്റ്റേഷനായി, പിക്ചറൈസേഷനായി മനസ്സിൽ ഓർത്തുകൊണ്ട് വളരെ സന്തോഷത്തോടെ അതിന് നന്ദി പറയുക. വാവ്, ഐ ഡിഡ് ഇറ്റ്, ഐ അച്ചീവ് ദിസ്, യെസ്. വളരെ സന്തോഷത്തോടെ നന്ദി പറയുക, കാരണം നമ്മളത് നേടിയെടുത്തു. യെസ്. ഞാൻ 5 മുതൽ 0 വരെ എണ്ണുമ്പോൾ നിങ്ങൾക്ക് മെഡിറ്റേഷൻ വിട്ട് പുറത്ത് വരാം. 5, 4, 3, 2, 1, 0.